ഫോക്കസ് 24 എന്നൊരു ടീമില് നമ്മൾ എല്ലാ ആൾക്കാരോടും നിങ്ങളോട് പറയാനുള്ളത് 2024 എന്നുള്ള ഒരു വർഷത്തെ സ്വപ്നം കണ്ട് അല്ലെ അതിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഇന്ത്യയിലെ ഏറ്റവും പവർഫുൾ ആയിട്ട് ഡയറക്ട് സെല്ലിംഗ് ടീമാണ് സക്സസ് വെറി ഗ്ലോബൽ. ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ നമ്മുടെ വരവറിയിക്കുകയും ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ നിരവധി ആൾക്കാരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുകയും ചെയ്ത ഒരു ഓർഗനൈസേഷനാണ്. വളരെ അഭിമാനത്തോടെ നമുക്ക് പറയാൻ പറ്റും സക്സസ് വെറി ഗ്ലോബൽ എന്നുള്ളത്. സക്സസ് വെറി ഗ്ലോബൽ എന്നുള്ള ഓർഗനൈസേഷൻ എനിക്ക് ഇങ്ങോട്ട് പറയാനുള്ളത്, നിങ്ങളുടെ ജീവിതത്തിൽ മേ ബി ഒരു 2 വർഷം നിങ്ങൾ ഇതിനകത്ത് സ്റ്റഡി ആയിട്ട് നിന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉറപ്പായിട്ട് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ ഈ ഓർഗനൈസേഷന് സാധിക്കും. അത് പൈസ മാത്രമല്ല, നിങ്ങളുടെ ചിന്താഗതിയിൽ, നിങ്ങളുടെ പ്രവൃത്തിയിൽ, നിങ്ങളുടെ അസോസിയേഷനിൽ, നിങ്ങൾ കാര്യങ്ങളെ കാണുന്ന രീതിയിലൊക്കെ തന്നെ മാറ്റങ്ങൾ ഉണ്ടാവും. സോ ഇവിടെ ക്വസ്റ്റ്യൻ ഇതാണ്, നിങ്ങൾക്ക് അടുത്ത വർഷം ഈ ബിസിനസ്സിൽ നിന്ന് 1 ലക്ഷം രൂപ വരുമാനം അഡീഷണൽ ആയിട്ട് ഉണ്ടാക്കണോ വേണ്ടത്? പല ആൾക്കാർക്ക് ഇന്ന് 1 ലക്ഷം രൂപ വരുമാനം ഇല്ലാത്തവർ ഇത് അറ്റൻഡ് ചെയ്യുന്നുണ്ടാവും. മേ ബി റിട്ടയർഡ് ആയിട്ടുള്ളവരും സ്റ്റുഡന്റ് ആയിട്ടുള്ളവരും ജോലി ചെയ്യുന്നവരും ഹൗസ് വൈഫ്സും ഒക്കെ ഉണ്ടാവും. പക്ഷെ നിങ്ങൾക്ക് 1 ലക്ഷം രൂപ വരുമാനം ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഈ ബിസിനസ്സുകൾ ഉണ്ടാക്കാനുള്ള ഒരു സാധ്യത ഈ ബിസിനസ്സിനകത്ത് നിലനിൽക്കുന്നുണ്ട്. അതിൽ കൂടുതൽ വരുമാനം ഉണ്ടാക്കാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. ഈ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുന്ന നമ്മുടെ ലീഡേഴ്സിൽ പലരും 2, 3, 4 ലക്ഷം രൂപ അടുത്ത വർഷം ഈ സമയത്ത് നിങ്ങൾക്ക് ഏൺ ചെയ്യുന്ന കാണാൻ പറ്റുന്നുണ്ടാവും. ശരിക്കും ഇങ്ങോട്ട് പറയാനുള്ളത് 2024 ഈ ഒരു ഫോക്കസ് ടീമിന്റെ ഭാഗമാകുക. നിങ്ങളുടെ കമ്മിറ്റ്മെന്റ് എല്ലാ ആഴ്ചയും നിങ്ങൾ നിലനിർത്തുക. നിങ്ങൾക്ക് ജീവിതത്തിൽ ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. കാരണം സക്സസ് വെറി എന്നൊരു പ്രൂവൻ സിസ്റ്റമാണ്. നടക്കുമോ ഇല്ലയോ എന്ന് ആലോചിക്കുന്ന സിസ്റ്റം അല്ല. പ്രൂവൻ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇനി ആർക്കും പ്രൂവ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം നമ്മൾ കഴിഞ്ഞ ഒരു 5 വർഷം അല്ലെ 6 വർഷം ആവുന്നു. ഈ ഓഗസ്റ്റ് ആകുമ്പോൾ നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് 6 വർഷം ആവുന്നു. ഈ 6 വർഷത്തെ പ്രവർത്തനത്തിൽ നമ്മൾ വളരെ ശക്തമായിട്ട് തന്നെ നിരവധി കാര്യങ്ങൾ പ്രൂവ് ചെയ്യാൻ സാധിച്ചു. നിങ്ങൾ ആലോചിച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ 6 വർഷം മുമ്പ് സീറോയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് 6 വർഷം കൊണ്ട് ഇപ്പൊ സ്റ്റേജിൽ നിൽക്കുന്ന അത്രയും പവർഫുൾ ലീഡേഴ്സിനെ ക്രിയേറ്റ് ചെയ്ത ഒരു സിസ്റ്റവും മൈ ലൈഫിലോ ഡയറക്ട് സെല്ലിംഗിലോ ഇന്ത്യയിൽ ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. സീറോയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതാണ് ശരിക്കും നമുക്ക് സാധിച്ചിട്ടുള്ളത്. നമ്മൾ സാധിച്ചിട്ടുണ്ടെങ്കിൽ അതിന് പുറകിൽ നിരവധി ആൾക്കാരുടെ കഠിന പ്രയത്നങ്ങളുണ്ട്. നമ്മൾ ഇതിനകത്ത് പുറകിൽ പ്രവർത്തിക്കുന്നു എക്കാലവും നമ്മൾ ഫോക്കസ് ചെയ്യുന്നതും വെറി 007 എന്ന് പറഞ്ഞ 7 കാര്യങ്ങളാണ്. എല്ലാ ദിവസവും ഞാൻ ഇതിനെക്കുറിച്ച് പറയുന്നത് നമ്മുടെ മനസ്സിൽ ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം നമുക്ക് അതിനകത്ത് 7 സ്റ്റെപ്പാണ് നിങ്ങൾ ബിസിനസ്സിൽ ഫോളോ ചെയ്യേണ്ടത്. നിങ്ങൾ നിരന്തരം ഇതിനെക്കുറിച്ച് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്താൽ നിങ്ങൾക്ക് അതിനകത്ത് വലിയൊരു ലൈഫ് സ്റ്റൈൽ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഫസ്റ്റ് തിങ് ഈസ്, ഈ ബിസിനസ് നിങ്ങൾ ചെയ്യണമെങ്കിൽ ആദ്യം ചെയ്യേണ്ട കാര്യം ഹൗ പവർഫുൾ ഡ്രീംസ് ആൻഡ് ഗോൾസ്. വലിയ സ്വപ്നങ്ങളും വലിയ ലക്ഷ്യങ്ങളും ഉള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ ബിസിനസ്. അല്ലാതെ ചെറിയ സ്വപ്നങ്ങൾക്കുള്ളവർക്ക് ഈ ബിസിനസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. വലിയ സ്വപ്നങ്ങളെക്കാൾ എളുപ്പമല്ലേ ചെറിയ സ്വപ്നങ്ങൾ അച്ചീവ് ചെയ്യാമെന്ന് പലരും ചോദിച്ചേക്കാം. പക്ഷെ ജീവിതത്തിൽ തിരിച്ചാണ്. ചെറിയ സ്വപ്നങ്ങളുടെ പുറകെ പോകുന്നവൻ എന്നും കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. അവന്റെ 60-ാമത്തെ വയസ്സിലോ 65-ാമത്തെ വയസ്സിലോ അവൻ ഇപ്പോഴും കഷ്ടപ്പാട് തീർന്നിട്ടുണ്ടാവില്ല. പക്ഷെ വലിയ സ്വപ്നങ്ങളുടെ പുറകെ പോകുന്നവന് ഏതെങ്കിലും ഒരു കാര്യത്തിൽ തീരുമാനമാവും. 90% അതിനെ ഉറച്ചു നിൽക്കുന്ന വിശ്വസിക്കുന്നവന് അതിനുള്ള മാർഗം തെളിഞ്ഞു വരികയും ചെയ്യും. ഈ ബിസിനസ് അതിനുള്ള ഒരു മാർഗമാണ് വലിയ സ്വപ്നങ്ങൾ. നിങ്ങൾക്കറിയാം, ഒരു ട്രഡീഷണൽ ബിസിനസ് തുടങ്ങണമെങ്കിൽ ആഴ്ചകളും മാസങ്ങളും ഒന്നും പോരാ, വർഷങ്ങൾ വേണം അല്ലെ ഒന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യണമെങ്കിൽ. ചില ബിസിനസ് ഒക്കെ തുടങ്ങണമെങ്കിൽ പോലും നമ്മളില്ല കോടികൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട് 1, 2, 3 വർഷം കഴിഞ്ഞ് തുടങ്ങാൻ പറ്റാത്ത ആൾക്കാരെ എനിക്കറിയാം. നമ്മൾ തന്നെ ഇടയ്ക്കുണ്ട് അങ്ങനെയുള്ള ആൾക്കാർ. നമ്മൾ ആലോചിച്ച് നോക്കുക, ഞാൻ ട്രഡീഷണൽ ബിസിനസ് ചെയ്യുന്നുണ്ട്, പക്ഷെ അതിനകത്തൊക്കെ ശരിക്കും പറഞ്ഞാൽ എന്തുമാത്രം നൂലാമാലകളും കഷ്ടപ്പാടുകളും എന്തെല്ലാം കാര്യങ്ങളുണ്ട്. ഈ ബിസിനസ്സിനകത്ത് അങ്ങനെയൊന്നുമില്ല. പക്ഷെ ഈ ബിസിനസ്സിനകത്തുള്ള മുടക്കുമുതൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വപ്നങ്ങളും നമ്മുടെ ലക്ഷ്യങ്ങളുമാണ്. അതില്ലാത്തവര് ശക്തമായ, അതായത് ജീവിതത്തിൽ എന്തെങ്കിലും വാശിയോടെ നേടണമെന്ന് ആഗ്രഹമില്ലാത്ത ആൾക്കാർ ഈ ബിസിനസ് ചെയ്താൽ ഒരിക്കലും വിജയിക്കാറില്ല. നിങ്ങൾ വഴിയിൽ കാണുന്ന ഈ ബിസിനസ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞ് നടക്കുന്ന പല ആൾക്കാരുടെയും പ്രധാന പ്രശ്നം അവർ ചെയ്തിട്ട് വിജയിക്കത്തില്ല എന്ന് പറയുന്നതിന് പ്രധാന പ്രശ്നം അവർക്ക് അങ്ങനെ സ്വപ്നങ്ങളോ അങ്ങനെ ലക്ഷ്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, ഈ സ്വപ്നങ്ങൾക്ക് വേണ്ടി നമുക്കൊരു പ്രതിബദ്ധത അല്ലെങ്കിൽ കമ്മിറ്റ്മെന്റ് അല്ലെങ്കിൽ ഒരു ഉത്തരവാദിത്വ ബോധം ഉണ്ടാവണം. പല ആൾക്കാർക്കും ജീവിതത്തിൽ ഉത്തരവാദിത്വ ബോധം എന്നൊരു സാധനമില്ല. ഇവിടെ ഒത്തിരി പേരുണ്ടല്ലോ, എല്ലാവരും കൂടെ ചെയ്യും അപ്പൊ നമ്മൾ വിജയിക്കും എന്നൊരു തോന്നൽ മാത്രമാണ്. എല്ലാവരും കൂടെ ചെയ്യും, അതിന്റെ ബെനിഫിറ്റ് കിട്ടുകയും ചെയ്യും. പക്ഷെ നമ്മൾ ചെയ്യാനുള്ളത് നമ്മൾ ചെയ്താൽ മാത്രമേ നമുക്ക് വിജയിക്കാൻ പറ്റുള്ളൂ. അതിന് നമ്മുടെ കമ്മിറ്റ്മെന്റ് ഉണ്ടാവും. ഇപ്പൊ മഴയാണെങ്കിൽ നമുക്കറിയാം, മഴയാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണ്? നമുക്ക് മൂടിപ്പോയി ചേർന്ന് ഉറങ്ങാം, ഒരു കിടങ്ങാപ്പിയെ കുറിച്ച് രാവിലെ കിടക്കാം, നല്ല രസമാണ്, നല്ല സുഖമാണ് അല്ലെ രാവിലെ വെറുതെ ഇരിക്കാൻ. പക്ഷെ നമുക്ക് ജീവിതത്തിൽ എന്തെങ്കിലും നേടണം എന്നുള്ള ആൾക്കാര് ജീവിതത്തിൽ മഴ ഒരു കാരണമായിട്ട് മാറ്റി അടുത്ത മഴയത്തെങ്കിലും നമ്മൾ ലൈഫിൽ വേറെ ലെവലെത്തുന്ന തീരുമാനത്തോടെ ഇറങ്ങി പ്രവർത്തിക്കും. അവരാണ് ജീവിതത്തിൽ എപ്പോഴും വിജയിക്കുന്നത്. മൂന്നാമത്തെ കാര്യം, ഡെയിലി ആക്ടിവിറ്റീസ്. എല്ലാ ദിവസവും നിങ്ങൾ ചെയ്യേണ്ട കുറെ കാര്യങ്ങളുണ്ട്. നിങ്ങൾക്ക് തോന്നുമ്പോൾ, അതായത് വർഷത്തിൽ 1-2 ദിവസം അല്ലെ മാസത്തിൽ 1-2 ദിവസം എല്ലാ പരിപാടിയും കഴിഞ്ഞ് നമ്മൾ പാർക്കിലും ബീച്ചിലും പോയി ടിവിയും കണ്ട് സിനിമയും കണ്ട് നമ്മൾ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് എന്തെങ്കിലും ചെയ്യാനായിട്ട് ബിസിനസ് നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ വിജയിക്കുകയില്ല. വെറുതെ സമയം കളയായിരിക്കും. നിങ്ങളുടെ സമയം കളയും. നിങ്ങൾ വെറുതെ പേരുദോഷം ഉണ്ടാക്കും ഈ ബിസിനസ് ചെയ്തു എന്നുള്ളത്. അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. എല്ലാ ദിവസവും 2-3 മണിക്കൂർ ഈ ബിസിനസിന് വേണ്ടി ചെലവഴിക്കുക. ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ 7, 8, 9 എന്നുള്ളൊരു പ്രോഗ്രസ്സിൽ കൂടെ നിങ്ങൾ വർക്ക് ചെയ്യുക. 7 മണിക്കൂർ ഉറങ്ങുക, 8 മണിക്കൂർ ജോലി ചെയ്യുക, 9 മണിക്കൂർ ബാക്കിയും പിന്നെയും ജീവിതത്തിൽ മിച്ചമുണ്ട്. ആ 9 മണിക്കൂറിൽ നിന്ന് ഒരു 3 മണിക്കൂർ ഈ ബിസിനസിന് വേണ്ടി മാറ്റി വെക്കുക. അതിന്റെ ജാപ്പനീസ് തിയറിയാണ് 7, 8, 9. 7 മണിക്കൂർ അവർ ഉറങ്ങും, 8 മണിക്കൂർ അവർ ജോലി ചെയ്യും, 9 മണിക്കൂർ ബാക്കിയുള്ളത് അവരത് 3 മണിക്കൂർ അവർ ജോലിക്ക് വേണ്ടി യാത്രയ്ക്കൊക്കെ മാറ്റിവെക്കും.
3 മണിക്കൂർ അവർ സ്വന്തം പേഴ്സണൽ കാര്യങ്ങൾക്ക്, അതായത് കുളിക്കുക, നനയ്ക്കുക, വായിക്കുക, മെഡിറ്റേറ്റ് ചെയ്യുക. ബാക്കി 3 മണിക്കൂർ അവരെല്ലാവരും എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റിയിൽ ഇൻവോൾവ് ആണ്. നമ്മുടെ ഇവിടെ പ്രശ്നം വെച്ചാൽ ആ 3 മണിക്കൂറല്ല, 6 മണിക്കൂർ 7 മണിക്കൂർ നമുക്ക് മിച്ചമുണ്ട്. പക്ഷെ നമ്മൾ 10 സീരിയൽ കാണാനുണ്ട്, 10 ന്യൂസ് കാണാനുണ്ട്, 14 പേപ്പർ വായിക്കാനുണ്ട്, പിന്നെ വാട്സാപ്പും ഫേസ്ബുക്കിൽ ഇഷ്ടംപോലെ നമുക്ക് കാണാനുണ്ട്. കാരണം അത് മുഴുവൻ കഴിഞ്ഞിട്ട് വേണം സിവിൽ കോഡ് നിയന്ത്രിക്കണമെന്ന് നമ്മളാണ് തീരുമാനിക്കുന്നത്. വെറുതെയാണ്. നിങ്ങൾ വിചാരിക്കുന്നത് ഇതിനകത്തൊന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നുള്ള മനസ്സിലാക്കുക. അപ്പൊ അതിന് പകരം ജീവിതത്തിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ നമ്മൾ ചിന്തിക്കണം. അതിനെക്കുറിച്ച് നമ്മൾ നോക്കേണ്ടത്. 4മത്തെ കാര്യം, നിങ്ങളുടെ കൂടെ നിരവധി ആൾക്കാർ ഇന്നും നാളെ ഒക്കെ വരും. അവരെ നിങ്ങൾ ഈ ബിസിനസ്സിനകത്ത് ശരിയായ രീതിയിൽ സ്റ്റാർട്ട് ചെയ്യണം. ഈ ബിസിനസ്സിൽ വരുന്ന ഒരാളെ ശരിയായ രീതിയിൽ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റാത്ത ഒരാൾ ഈ ബിസിനസ്സിൽ നിലനിൽക്കാറില്ല. അപ്പൊ ഇന്ന് തന്നെ നമുക്കറിയാം, ഇന്ന് നമ്മുടെ കൂടെ വന്ന ആൾക്കാരില്ല. ഇന്നലെ നമ്മുടെ കൂടെ ബിസിനസ് പ്ലാൻ കണ്ട ഒരാള്, അതല്ലെങ്കിൽ നമ്മളോട് കഴിഞ്ഞ ആഴ്ചയിൽ ബിസിനസ് ജോയിൻ ചെയ്ത ഒരാൾ ഈ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്നില്ലെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം നിങ്ങൾക്കാണ്. ചിലപ്പോൾ എന്താണെന്ന് വെച്ചാൽ അവർ ചിലപ്പോൾ സൂമോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. സൂം ഒന്നും കണ്ടിട്ടല്ല എല്ലാ ആൾക്കാരും ജീവിക്കുന്നത്. അവരെ വീട്ടിൽ ചെന്ന് സൂം ഡൗൺലോഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും, അവരെ ഇത് അറ്റൻഡ് ചെയ്യിപ്പിക്കേണ്ടി വരും, അവരെ ഇത് പറഞ്ഞ് മനസ്സിലാക്കേണ്ടി വരും, അവരെ സിസ്റ്റമായിട്ട് കണക്ട് ചെയ്യേണ്ടി വരും. നിങ്ങൾ ഒരാളെ ബിസിനസ്സിലേക്ക് സ്പോൺസർ ചെയ്താൽ ഒരു കുട്ടി ജനിക്കുന്ന പോലെയാണ്. ഒരു കുട്ടി ജനിച്ചാൽ നിങ്ങൾക്ക് കുറെ ഉത്തരവാദിത്തങ്ങളുണ്ട്. അതുപോലെ ഈ ബിസിനസ്സിലും കുറെ ഉത്തരവാദിത്തങ്ങളുണ്ട്. അവർ വന്നു അപ്ലൈന് അവരോട് പോയി, ഞാൻ അപ്ലൈന് ഫോൺ നമ്പർ കൊടുത്തു, നിങ്ങൾ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് ഞാൻ കിഴക്കോട്ടും മറ്റൊരു പടിഞ്ഞാട്ടും പോയാൽ എങ്ങനെ ഉണ്ടാവുക? ഒരിക്കലും നമുക്ക് ഇതിനകത്ത് വിജയം ഉണ്ടാകാൻ പോയില്ല. പക്ഷെ അതേ സമയത്ത് നിങ്ങൾ 10 ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ ബിസിനസ്സിൽ കൊണ്ടുവന്നു, അതിനകത്ത് അവരെ എല്ലാവരും നിങ്ങൾ കൃത്യമായി സ്റ്റാർട്ട് ചെയ്തു. അതിനകത്ത് ചിലപ്പോൾ ഒരു 3-4 പേര് തീരുമാനം എടുത്ത് മുന്നോട്ട് പോയാൽ മാസം 10 ലക്ഷം രൂപ വരുമാനം ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. അതൊന്നും ആരുടെ തലയിൽ കയറാറില്ല, കാരണം മെനക്കെടാറില്ല. ഞാൻ വിളിച്ചു, സാർ എന്ത് ചെയ്യാൻ എഴുന്നേൽക്കുന്നില്ല. വിളിച്ചിട്ട് എഴുതാക്കാത്തവരെ വിളിച്ചെഴുന്നേൽപ്പിക്കണം. എന്റെ മോനോ എനിക്കോ സ്കൂളിൽ പോകാണ്ട് ചെറിയ പ്രായം മൂലം മടിയുണ്ട്. എനിക്ക് നല്ല മടി ഉണ്ടായിരുന്ന ആളാണ് സ്കൂളിൽ പോകാൻ. പക്ഷെ എന്റെ അമ്മ എന്നും 5 മണിക്ക് എന്നെ വിളിച്ചെഴുന്നേൽപ്പിക്കുമായിരുന്നു. അത് 10ലൊക്കെ ആയപ്പോൾ 4 മണിക്കായി ആ വിളിച്ചെഴുന്നേൽപ്പിര്. അമ്മ എവിടെ ഇരിക്കുമായിരുന്നു, അമ്മ എന്റെ കൂടെ ഇരിക്കാറുണ്ടായിരുന്നു ഞാൻ പഠിക്കുന്ന സമയത്തൊക്കെ. അമ്മ പാവം, അമ്മയ്ക്ക് ഒരാവശ്യമില്ല അവിടെ ഇരിക്കേണ്ടത്. പക്ഷെ എന്നെ പഠിപ്പിക്കാൻ, ഞാൻ ഉറങ്ങിപ്പോയിരിക്കാൻ അമ്മ കൂട്ടു നിന്ന് കുറെ സമയങ്ങൾ എന്റെ ജീവിതത്തിലുണ്ട്. അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ എന്റെ ഒരു കരിയർ, എന്റെ ഒരു ജീവിതം ശരിയാകാൻ വേണ്ടിയായിരുന്നു. അത് അന്ന് എനിക്ക് മനസ്സിലായില്ലെങ്കിലും പിന്നീട് അതെനിക്ക് ജീവിതത്തിൽ ഒത്തിരി പ്രയോജനപ്പെട്ടു. എനിക്ക് നിങ്ങളോടും പറയാനുള്ളത്, നിങ്ങൾ ആ എഫേർട്ട് എടുക്കാതെ നിങ്ങൾക്ക് ഒരു വലിയ ടീമിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. നിങ്ങളുടെ കൂടെ വരുന്ന ആൾക്കാരുടെ ഉത്തരവാദിത്തം, അതിപ്പോ എന്റെ ഡൗൺലൈൻ 10 പേരുണ്ട്, അവരെടുത്തോളും. അതായത് ഞാൻ പറയുന്നത് അപ്ലൈൻ ആയിട്ടുള്ള DC, ATC, DTC അങ്ങനെയുള്ള ആൾക്കാരുടെ STC, RTC, NTC ഒക്കെ പറയുന്നത് അങ്ങനെയാണ്. താഴെയുള്ള ഇന്ന് എന്റെ കൂടെ ഒത്തിരി പേരുണ്ടല്ലോ. നിങ്ങളുടെ കൂടെ ഏറ്റവും ബോട്ടത്തിൽ വന്ന ഒരാളുടെ ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ട്, എനിക്കുണ്ട്. ഞാൻ എന്തിനാണ് ഇത്ര എഫേർട്ട് എടുത്ത് ഈ സാധനങ്ങൾ ചെയ്യുന്നത്? ഇന്നൊരാൾ ഈ ബിസിനസ് ജോയിൻ ചെയ്താൽ ഇത് ചിലപ്പോൾ 68 പേരിൽ ചിലപ്പോൾ 66 പേര് അല്ല 67 പേര് മഴ കണ്ടുകൊണ്ടിരിക്കുമായിരിക്കും. ഒരാളായിരിക്കും ഇത് അറ്റൻഡ് ചെയ്താൽ. ആ ഒരാളെ കണ്ടിട്ടാണ് ഞാൻ ബിസിനസ് ചെയ്യുന്നത്. ഞാൻ എന്റെ ബിസിനസ്സിലും ജീവിതത്തിലും ഒരാളാണോ 1000 പേരാണോ ഞാൻ പറയാനുള്ള ഒരുപോലെയാണ് പറയുക. കാരണം എന്ന് വെച്ചാൽ ചിലപ്പോൾ ആ 1000 പേരിനകത്ത് ഒരാളായിരിക്കും ചിലപ്പോൾ ജീവിതത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാം. ആ ഒരാള് ആരായിരിക്കണം, എന്റെ ടീമിൽ നിന്ന് ആയിരിക്കണം എന്നുള്ള തോന്നൽ നിങ്ങൾക്ക് ഉണ്ടാവണം. അത് പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നെ നമുക്ക് 2 ടീം വേണം. ഓർഗനൈസേഷൻ 1ഉം 2ഉം. 2 ടീമില്ലാതെ നിങ്ങൾക്ക് ബിസിനസ് വിജയിക്കാൻ പറ്റത്തില്ല. ആ 2 ടീമിലും ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാല് ഉത്തരവാദിത്തത്തോടു കൂടി ഏറ്റെടുക്കുന്ന ആൾക്കാരെ കണ്ടുപിടിക്കാൻ ഈ സിസ്റ്റത്തിന് സാധിക്കും. അതുവഴി നിങ്ങൾക്ക് ബിസിനസ് ബിൽഡ് ചെയ്യാൻ സാധിക്കും. പിന്നെ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ഉപദേശം തേടാൻ ഒരു മെന്റർ, ഒരു ഗുരു, എങ്ങനെയാണ് ഞാൻ പോകേണ്ടതെന്ന് പ്രവർത്തിക്കേണ്ടതെന്ന് പറഞ്ഞു തരാൻ ആൾക്കാരുണ്ടാവണം. അത് ഈ ബിസിനസ് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് കിട്ടും. അതുപോലെ ആഴ്ചയിലും മാസത്തിലും വരുന്ന വരുമാനങ്ങളുണ്ട്. അത് നേടണം എന്നൊരു വാശി വേണം. അതിന് മഴയെ കുറ്റം പറഞ്ഞിട്ടോ സർക്കാരിനെ കുറ്റം പറഞ്ഞിട്ടോ ഓണത്തിനോ, ഇനിയിപ്പോ മഴ കഴിഞ്ഞാൽ ഉടനെ ഓണാവും, ഓണം കഴിഞ്ഞാൽ പിന്നെ വിഷു ആവും, അല്ല അത് കഴിഞ്ഞിട്ട് പിന്നെ പെരുന്നാളാവും, എന്ന് ക്രിസ്മസ് ആവും. ഇങ്ങനെ ഓരോന്നിന്റെ പുറകെ പോയിട്ട് സമയമില്ല എന്ന് പറഞ്ഞ് ഒത്തിരി ആൾക്കാരെ 6 വർഷമായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ അതിനിടയിൽ കൂടെ ജീവിതത്തിൽ വിജയിച്ചിട്ടുള്ള ഒത്തിരി പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. സോ ഇറ്റ്സ് ഓൾ അപ് ടു യു. നിങ്ങളുടെ ജീവിതത്തിലെ ചോയ്സ് നിങ്ങൾക്കാണ്. കാരണം വെച്ചാൽ പല ആൾക്കാർക്കും നമ്മുടെ ജീവിതത്തിൽ പ്രധാനമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്ന് അറിയില്ല. അതുകൊണ്ട് തന്നെ ജീവിതം എന്നും ഒരു മിസറബിൾ ലൈഫ് ആയിരിക്കും. എങ്ങും എത്താറുമില്ല, എത്താനായിട്ട് അവർക്ക് സാധിക്കാറുമില്ല. അങ്ങനെ ഒരാളായിട്ട് നിങ്ങൾ മാറരുത്. സക്സസ് വരെയും വന്ന് നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയിക്കാനുള്ള എല്ലാ അവസരങ്ങളും ഉണ്ട്. അത് നിങ്ങൾ വിജയിച്ചെടുക്കുക. സോ കമ്മിങ് ബാക്ക് ടു അവർ പോയിന്റ്, സെയിൽസ് ഫണ്ടമെന്റൽസ്. അതാണ് ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം. സെയിൽസിന്റെ ഫണ്ടമെന്റൽസ് എന്തൊക്കെയാണ്, സെയിൽസിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നത്. നിങ്ങൾ പല ആൾക്കാരും, നിങ്ങൾക്ക് എനിക്കറിയാം, യു ആർ റിലക്റ്റന്റ് ടു സെൽ. ഒരു സാധനം വിൽക്കാൻ പലർക്കും മടിയാണ്, ശരിയല്ലേ? ഇത് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന 99% ആൾക്കാർക്ക് സാധനം വിൽക്കാൻ മടിയാണ്. എന്നാ സമയത്ത് നമ്മൾ സാധനം വിൽക്കാൻ മടിയെന്ന് വെച്ചാൽ എന്താണ് അതിന്റെ കാരണം? എന്താണ്? ആൾക്കാർ എന്ത് വിചാരിക്കും? ഞാനൊരു സാധനം ചെയ്യാൻ പോയാലും, ഞാനൊരു സാധനം വിൽക്കാൻ പോയാൽ, പ്രത്യേകിച്ച് നമ്മളെ ഡയറക്ട് സെല്ലിങ്ങിലോ അല്ലെങ്കിൽ മൈ ലൈഫിൽ ഒരു പ്രൊഡക്റ്റ് വിൽക്കാൻ പോയെന്ന് നോക്കാം, ഏതെങ്കിലും ഒരു സാധനം വിൽക്കാൻ പോയാൽ ആൾക്കാർ എന്ത് വിചാരിക്കും? അവര് വേണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും? ഇതൊക്കെയാണ് നമ്മുടെ മനസ്സിലുള്ള കാര്യം. ഇനി ഞാൻ എന്റെ ജീവിതത്തിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ, അല്ല ഞാനൊരു ഡിമിനിഷ് ചെയ്ത് എന്റെ വില കുറഞ്ഞു പോകുന്നൊരു തോന്നലുണ്ട്. ഇതെല്ലാം നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പൊട്ടത്തരത്തിലുള്ള ചിന്തകളാണ്. അതായത് ആൾക്കാർ എന്ത് വിചാരിക്കും എന്നുള്ളതോ, അവർ റിജക്ട് ചെയ്താൽ എന്ത് സംഭവിക്കും എന്നുള്ളതോ, അതല്ലെങ്കിൽ എന്റെ വില കുറഞ്ഞു പോകുന്നുള്ളതോ നിങ്ങൾക്ക് ജീവിതത്തിന് അറിയാൻ വയ്യാത്തതുകൊണ്ടാണ്. കാരണം പല ആൾക്കാർ ഇത്രയും നല്ല പ്രോഡക്റ്റ് കഴിക്കിട്ട് ഒരാളോട് പറയാൻ മടിയോ, ഞാൻ വിചാരിക്കില്ല എനിക്ക് ഈ ഗതി വന്നു.
നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം, ലോകത്തിൽ ഇന്ന് വരെ സെല്ല് ചെയ്തിട്ട് ആരുടെയും വില കുറഞ്ഞിട്ടില്ല. ഇനി നിങ്ങളെക്കാളും പൊട്ടത്തരത്തിൽ ചിന്തിക്കുന്ന ആൾക്കാരെ മുന്നിൽ നിങ്ങൾ ഇതുകൊണ്ട് കാണിച്ചാൽ അവർ വിചാരിക്കും എന്റെ ജീവിതത്തിൽ ഞാൻ ഫോളോ ചെയ്യുന്ന പ്രിൻസിപ്പിള് അത് എന്നെ അങ്ങനെ ഒരു ചിന്താഗതി ഉണ്ടാക്കിയത് എന്റെ ഒരു അമ്മവനാണ്. അദ്ദേഹം പറഞ്ഞു ഇത്രയേ ഉള്ളൂ, എടാ ജീവിതത്തിൽ ഒന്നും ആകാത്ത ആൾക്കാർ നിന്നെ ചിരിക്കുകയോ പരിഹസിക്കുകയോ ചെയ്യുക, അല്ലെ ജീവിതത്തിൽ പ്രത്യേകിച്ച് ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കാത്തത്, അത് നിന്റെ ജീവിതത്തിൽ ഒരു പ്രശ്നമേ ആക്കരുത്. ഞാൻ എന്നും വിചാരിക്കുന്നത്. പക്ഷെ നമ്മുടെയൊക്കെ പ്രശ്നം, ഒന്നും ആകാത്ത ആൾക്കാർ പോലും നമ്മളെ കളിയാക്കുമ്പോൾ നമുക്ക് ടെൻഷനാവും. ഒന്നും ആകാത്ത ആൾക്കാർ പോലും നമ്മളോട് പറയും നിനക്ക് വേറെ പണിയില്ല, നമുക്ക് ടെൻഷൻ. അവൻ ജീവിതത്തിൽ ഒന്നും ആയിട്ടുണ്ടാവില്ല, ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല, ചിലപ്പോൾ പിതൃസ്വത്ത് കിട്ടിയോണ്ട് ചിലപ്പോൾ ജീവിച്ചു പോകുന്നതായിരിക്കും. പക്ഷെ നമ്മൾ അന്നേരം വിചാരിക്കുന്നത് എനിക്ക് എന്തോ കുഴപ്പമുണ്ടല്ലോ എന്നൊരു തോന്നലാണ്. ഒരു കാര്യം മനസ്സിലാക്കുക, യു ഷുഡ് നെവർ റിലക്റ്റഡ് ടു സെൽ. നിങ്ങൾ ഒരിക്കലും ഒരു വിൽപ്പന എന്നുള്ള സെയിൽസ് എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾ റിലക്റ്റഡ് ആവേണ്ട ആവശ്യമില്ല. കാരണം ആരെങ്കിലും എന്തെങ്കിലും വിറ്റില്ലെങ്കിൽ ഈ ഭൂമി നിശ്ചലമായി പോകും. സോ അൺലെസ് someone sells something, the world will be stand still. നിങ്ങൾ മേടിച്ച സാധനങ്ങൾ ഓരോന്നും, നിങ്ങൾ ഇട്ടിരിക്കുന്ന ഷർട്ടോ, നിങ്ങൾ മുന്നിരിക്കുന്ന കമ്പ്യൂട്ടറോ മൊബൈലോ, നിങ്ങളുടെ വീട്ടിൽ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ദോശയോ ഇഡ്ഡലിയോ പുട്ടോ വട്ടവർ, നിങ്ങൾ കപ്പയോ വട്ടവർ, അത് നിങ്ങളുടെ വീട്ടിൽ എത്തിയത് ആരോ വിറ്റത് കൊണ്ടാണ്. അപ്പൊ വിൽപ്പന മോശമായിരുന്നെങ്കിൽ നിങ്ങളിന്ന് പട്ടിണി ഇരുന്നേനെ, നിങ്ങളിന്ന് ഡ്രസ് ചെയ്യാതിരുന്നേനെ, നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ കയ്യിലൊന്നും ഉണ്ടാകത്തില്ല. അപ്പൊ വിൽപ്പന നല്ലതായതുകൊണ്ട്, അല്ല വിൽപ്പന ആരോ ചെയ്തുകൊണ്ടാണ് നിങ്ങൾ മേടിച്ചെങ്കിൽ വിൽപ്പന നിങ്ങൾ ഒട്ടും മോശമായി കാണേണ്ട ആവശ്യമില്ല. കാരണം അൺലെസ് someone sells something, ആരെങ്കിലും എപ്പോഴെങ്കിലും ഒരു സാധനം വിറ്റില്ലെങ്കിൽ ഭൂമി നിശ്ചലമായി പോകും. അത് നിങ്ങൾ മനസ്സിലാക്കാം. അത് ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ വിൽക്കുന്നുണ്ട്. എന്താണ്? അവർക്ക് ശൂന്യാകാശത്തേക്ക് റോക്കറ്റ് വിക്ഷേപിക്കാനുള്ള അവരുടെ സ്പേസ് വിൽക്കുന്നുണ്ട്. നമ്മുടെ വീടിന്റെ തൊട്ടടുത്തുള്ള പലചരക്കടക്കാരൻ ഉപ്പും മുളകും മല്ലിയും മുളകും ഒക്കെ വിൽക്കുന്നുണ്ട്, അവനും വിൽക്കുന്നുണ്ട്. ഇത് രണ്ടും സെയിൽസ് ആണ്, ഒരേ സെയിൽസ് ആണ്, ഒരേ രീതിയിലുള്ള സെയിൽസ് ആണ്. റോക്കറ്റ് വിൽക്കുന്നവൻ പ്രത്യേക സെയിലും, അല്ലെങ്കിൽ നമ്മുടെ വീടിനടുത്തുള്ള ഉപ്പും മുളകും പച്ചക്കറിയും വിൽക്കുന്നവൻ പ്രത്യേക വില കുറഞ്ഞ സെയിലും അല്ല. കാരണം റോക്കറ്റിനേക്കാളും നമുക്ക് ആവശ്യം തക്കാളിയും പച്ചമുളകും എണ്ണയും അരിയൊക്കെയാണ്, അല്ലെ? അപ്പം ഇത് രണ്ടും ഒരേ സെയിലാണ്, നിങ്ങൾ മനസ്സിലാക്കാം. സെല്ലിംഗ് ദ വേ ഓഫ് ലൈഫ്. സെല്ലിങ്ങിനെ കുറിച്ച് ഞാൻ പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് വൺ ഓഫ് ദ ഓൾഡസ്റ്റ് പ്രൊഫഷൻസ് ഇൻ ദ വേൾഡ്. ശ്രദ്ധിച്ചു കേൾക്കുക, ലോകത്തിലെ ഏറ്റവും പഴയ പ്രൊഫഷൻസിൽ ഒന്നാണ് സെയിൽസ്. കാരണം സെയിൽസ് അതാണ് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ടുള്ള പ്രൊഫഷൻസിൽ ഒന്നാണ്. സോ ലോകത്തിലെ ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ടുള്ള, ആൻഡ് ഇറ്റ് ഈസ് ദ മോസ്റ്റ് പൊട്ടൻഷ്യൽ പ്രൊഫഷൻസ് ഇൻ ദ വേൾഡ്. ലോകത്തിൽ ഏറ്റവും സാധ്യതയുള്ള പ്രൊഫഷൻ, അതായത് ലോകത്തിൽ 1000 പേര് പഠിച്ചിറങ്ങിയാൽ 600 പേർക്ക് ഒരുമിച്ച് ജോലി കിട്ടാൻ സാധ്യതയുള്ള സെയിൽസിൽ മാത്രമാണ്. കാരണം 10 പേര് മാനുഫാക്ചർ ചെയ്യുന്ന സാധനം വിൽക്കണമെങ്കിൽ 25 പേര് വേണം. അതാണ് അവസ്ഥ. അതായത് മാനുഫാക്ചറിങ് 10 പേർക്ക് ജോലി കിട്ടിയാൽ വിൽക്കണമെങ്കിൽ 25 പേരുടെ ആവശ്യമുണ്ട്. നിങ്ങൾ മനസ്സിലാക്കുക. കാരണം വിൽപ്പന എന്നുള്ളത് അല്ലെങ്കിൽ സെയിൽസ് എന്നുള്ളത് അത്രയും പൊട്ടൻഷ്യൽ ആണ്. ഞാൻ എല്ലാവരോടും പറയുന്നുണ്ട്, ചൂസ് സെയിൽസ്. നിങ്ങളുടെ ജീവിതത്തിൽ സെയിൽസ് ഏറ്റെടുക്കുക. ആൻഡ് ഇറ്റ് ഈസ് വൺ ഓഫ് ദ ഹൈലി പെയ്ഡ് പ്രൊഫഷൻസ് ഇൻ ദ വേൾഡ്. ലോകത്തിലെ ഏറ്റവും ഹൈലി പെയ്ഡ് ആയിട്ടുള്ള പ്രൊഫഷൻസ് ആണ്. അതായത് മാനുഫാക്ചർ ചെയ്യുന്ന ഒരാൾക്ക് കിട്ടുന്ന 15,000 25,000, ഒരു അക്കൗണ്ടന്റ് കിട്ടുന്ന 25,000. പക്ഷെ സെയിൽസിലുള്ള ബികോം പോലും പാസ്സാകാത്ത മെഡിക്കൽ റെപ്രസെന്റേറ്റീവ് 1 ലക്ഷം 2 ലക്ഷം ഉണ്ടാക്കുന്നുണ്ട് ഈ നാട്ടിൽ. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, സെല്ല് ചെയ്യുന്നവനാണ് ഏറ്റവും കൂടുതൽ കാശ് ഉണ്ടാക്കുന്നത്. ഇൻഷുറൻസ് സെയിൽ ചെയ്യുന്നവന് ഏറ്റവും കൂടുതൽ കാശ് ഉണ്ടാക്കുന്നത്, ഡയറക്ട് സെയിൽസ് ചെയ്യുന്നവന്, ഏതെങ്കിലും കമ്പനിയിലെ സെയിൽസ് ഡിപ്പാർട്ട്മെന്റ് അവർക്കാണ് ഏറ്റവും കൂടുതൽ പൈസ കൊടുക്കുന്നത്. കാരണം സെല്ല് ചെയ്ത് ഈ സാധനം മുന്നോട്ട് പോവില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇന്ന് യൂണിവേഴ്സിറ്റി ഓഫ് കാലിഫോർണിയ അവര് ഡിപ്പാർട്ട്മെന്റ് ഓഫ് സെയിൽസ് എന്നൊരു സാധനം ഉണ്ടാക്കി അടുത്തിടയ്ക്ക്. ഡിപ്പാർട്ട്മെന്റ് ഓഫ് സെയിൽസ് ഫോർ എ യൂണിവേഴ്സിറ്റി. വാട്ട് ഡസ് ഇറ്റ് മീൻ? ഇറ്റ് മീൻസ് ദാറ്റ് യൂണിവേഴ്സിറ്റിക്ക് നിലനിൽക്കണമെങ്കിൽ സെല്ല് ചെയ്യണം. അതാണ് അവസ്ഥ. അല്ലാതെ അങ്ങോട്ട് വന്ന ആൾക്കാർ പഠിക്കുന്നില്ല. സെയിൽസും മാർക്കറ്റിംഗും ഉണ്ട്, രണ്ടാണ്. മാർക്കറ്റിങ്ങിനെ കുറിച്ചല്ല ഞാനിവിടെ സംസാരിക്കുന്നത്, വിൽക്കുന്നതിനെ കുറിച്ചാണ്. സോ ലോകത്തിൽ ഏറ്റവും കൂടുതൽ റിവാർഡ് കിട്ടുന്ന ഒരു പ്രൊഫഷൻ സെയിൽസ് ആണ്. പക്ഷെ നമ്മുടെ നാട്ടിൽ പല ആൾക്കാർക്ക്, അതായത് നമ്മുടെ നാട്ടിൽ പല ആൾക്കാരെ വലിയ വലിയ പ്രൊഫഷനായിട്ട് കണ്ടിരിക്കുന്നത് എന്തോ ജോലി കിട്ടുക, ഗൾഫിൽ പോവുക, അല്ലെങ്കിൽ ഫിനാൻസ് ചെയ്യുക, പലിശയ്ക്ക് പൈസ കൊടുക്കുക. ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ പ്രൊഫഷൻ. അതൊക്കെ ഓൺലൈനിൽ 100 ഇരട്ടി പലിശയ്ക്ക് ഇത് കൊടുക്കുന്ന പ്രൊഫഷനേ അല്ല കേട്ടോ. അത് ശരിക്കും പറഞ്ഞാൽ അത് ഇല്ലീഗൽ ആക്ടിവിറ്റി ആണ്. എന്നാൽ പോലും അവർക്ക് കൊടുക്കുന്ന വില പോലും പല ആൾക്കാരും സെയിൽസിന് കൊടുക്കാറില്ല. കാരണം സെയിൽസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അവർക്ക് അറിയില്ല. അതാണ് അവസ്ഥ. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്താ അറിയോ? പീപ്പിൾ ഹു മാനുഫാക്ചേഴ്സ് ഗെറ്റ് 10% മാക്സിമം. അതായത് ഉണ്ടാക്കുന്നവന് 10%, വിൽക്കുന്നവന് 40% ഒരു പ്രൊഡക്റ്റിന് കിട്ടുക. അതായത് ഞാൻ ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റ് ആണ് ഇതെന്ന് നോക്കുക, എനിക്ക് കിട്ടുന്ന 10%, ഇത് ഞാൻ വിറ്റാൽ കിട്ടുന്ന 40%. സോ ഉണ്ടാക്കുന്നവന് കിട്ടുന്നതിനേക്കാളും കൂടുതൽ പൈസ വിൽക്കുന്നവന് കിട്ടുന്നുണ്ട് എല്ലാം വഴിയിൽ. അപ്പൊ നിങ്ങൾ ഈ മാനുഫാക്ചറിങ് എന്നുള്ളതാണോ സെലക്ട് ചെയ്യേണ്ടത്, സെയിൽസ് എന്നുള്ളതാണോ സെലക്ട് ചെയ്യേണ്ടത്, നിങ്ങൾ മനസ്സിലാക്കാം. ആൻഡ് പീപ്പിൾ ഹു സെയിൽസ് പ്രൊഫഷണൽസ് ഹാവ് ദ ബെസ്റ്റ് ലൈഫ് സ്റ്റൈൽ ഇൻ ദ വേൾഡ്. മാനുഫാക്ചർ ചെയ്യുന്നവനെ കണ്ടു കഴിഞ്ഞാൽ, ഒരു കമ്പനി നടത്തുന്നവനെ കണ്ടു കഴിഞ്ഞാൽ അറിയാം അവനെക്കാളും സ്റ്റൈലിലായിരിക്കും അവർ ഈ സെല്ല് ചെയ്യുന്നവൻ എപ്പോഴും നടക്കുക. സെയിൽസ് ചെയ്യുന്ന ആൾക്കാരെ അവരെ പോസ്റ്റർ എപ്പോഴും ബെറ്റർ ആയിരിക്കും. ശരിക്കും അവരെക്കാൾ നല്ല ലൈഫ് സ്റ്റൈലുണ്ട്. അവൻ എപ്പോഴും കാറിലും ബൈക്കിലും ഒക്കെ ആയിരിക്കും നടക്കുക. അവന്റെ ഡ്രസ്സിങ് നല്ലതായിരിക്കും, അവന്റെ കോൺഫിഡൻസ് നല്ലതായിരിക്കും, അവനെ കണ്ണി നോക്കി സംസാരിക്കാൻ പറ്റും. അവൻ ഇതല്ലെങ്കിൽ വേറെ സാധനം
കൊണ്ട് വിൽക്കാൻ പറ്റും. മാനുഫാക്ചർ ചെയ്യുന്നവൻ ഈ സാധനം ഉണ്ടാക്കുന്ന തകർന്നു പോയാൽ അവന് വേറൊന്നും വിൽക്കാനില്ല. അതുകൊണ്ട് അവൻ തകർന്നായിരിക്കും, അവനൊന്നും ആശങ്കയിലായിരിക്കും. സെല്ല് ചെയ്യുന്നവൻ ഇപ്പൊ ഇത് മാനുഫാക്ചർ ചെയ്തിട്ട് ഞാനിപ്പം എന്താ ഉണ്ടായത്, ഐസ്ക്രീം ഉണ്ടാക്കി എനിക്ക് വിൽക്കാൻ പറ്റില്ല, എനിക്ക് വേണമെങ്കിൽ പോയി മട്ടൺ വിൽക്കാം, ചിക്കൻ വിൽക്കാൻ അറിയുന്നവൻ എന്തും വിൽക്കാൻ ജീവിക്കാൻ പറ്റും. പക്ഷെ മാനുഫാക്ചർ ചെയ്യുന്നവൻ എനിക്ക് ഐസ്ക്രീം ഉണ്ടാക്കാൻ അറിയാവുന്നുള്ളൂ, എനിക്ക് അത് തന്നെ ഉണ്ടാക്കി വിൽക്കേണ്ടി വരും. അതാണ് അവസ്ഥ. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ജോലി ചെയ്യുവാണെങ്കിൽ സെയിൽസ് ചെയ്യണം. നിങ്ങളൊരു വീട്ടമ്മയാണെങ്കിലും നിങ്ങൾക്ക് സെല് ചെയ്യാൻ പറ്റും. സോ അവർക്കാണ്, സെയിൽസിലുള്ളവർക്കാണ് ഏറ്റവും കൂടുതൽ പേഴ്സണാലിറ്റി ഉള്ളത്. ലോകത്തിലെ ഏറ്റവും നല്ല ഒരു ഡിപ്പാർട്ട്മെന്റിൽ ചെന്നാൽ സെയിൽസുകാരനെ കണ്ടുപിടിക്കാൻ വളരെ എളുപ്പം. അവനായിരിക്കും ഏറ്റവും നന്നായിട്ട് സംസാരിക്കുന്നത്, ഏറ്റവും നല്ല കണ്ടാല് നിങ്ങൾക്കിപ്പം ഞാൻ പറയട്ടെ, ഏറ്റവും കൂടുതൽ ആൾക്കാര് ഇഷ്ടപ്പെടുന്നത് സെയിൽസ് ഉള്ളവരെയാണ്. ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇഷ്ടപ്പെടുന്നത് സെയിൽസിലുള്ള ആൾക്കാരെ. അപ്പൊ സെയിൽസ് അത്രയും നല്ല കാര്യമാണ്. പക്ഷെ അതിനേക്കാൾ ഇൻട്രസ്റ്റിംഗ് ആയ സാധനം, ഏതെങ്കിലും ഒരു ഓർഗനൈസേഷൻ നടക്കണമെങ്കിൽ സെയിൽസുകാർ വേണം. ഈ സാധനം ആൾക്കാർ, ഒരു സാധനം ഞാൻ ഉണ്ടാക്കി ഇങ്ങനെ കൂട്ടി, ഒരു വീട് നിറയെ കൂട്ടിയിട്ടോ അല്ലെങ്കിൽ ഫാക്ടറി നിറയെ കൂട്ടിയിട്ട് ഇത് വിൽക്കണ്ടേ? ഇത് വിൽക്കണമെങ്കിൽ സെയിൽസ് നടക്കണം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ശരിക്കും പറഞ്ഞാല് ഏത് സ്ഥാപനത്തിലും സെയിൽസ് ഡിപ്പാർട്ട്മെന്റിന് ശരിക്കും പറഞ്ഞാല് അവർക്ക് ഫീൽഡുമായിട്ട് നല്ല ബന്ധമാണ്. അവർ പറയുന്ന അനുസരിച്ചാണ് മാനുഫാക്ചർ ചെയ്യുന്നവരെ, നിങ്ങൾ മനസ്സിലാക്കുക. പക്ഷെ ഒരു കോമൺ മനുഷ്യന്, പ്രത്യേകിച്ചും മലയാളികൾക്ക്, മല്ലൂസ് എന്ന് പറയുന്ന വിഡ്ഢികൾക്ക് ഈ സെയിൽസ് എന്ന് പറഞ്ഞാൽ എന്തോ കുഴപ്പമുള്ള സംഭവമാണ്. സെയിൽസ്, അയ്യോ സെയിൽസിന് പറ്റത്തില്ല, അവൻ അത്ര സമയത്ത് വേണം മാനുഫാക്ചറിംഗ് പോക്കോട്ടെ, അക്കൗണ്ടന്റ് ആയിട്ട് 15,000 രൂപ കിട്ടും, ഡ്രൈവറായിട്ട് കിട്ടും, സെയിൽസിൽ പോകാൻ മടിയാണ്. കാരണം എന്താ അറിയോ, നമ്മുടെ തലയിൽ ഈ സാധനം കയറിയിട്ടില്ല. സെയിൽസ് ആണ് ലോകത്തെ ഏറ്റവും നല്ല സംഭവം. നിങ്ങൾ ബാംഗ്ലൂർ ചെന്നാൽ, ഞാൻ ബാംഗ്ലൂർ കോർമംഗലയിൽ താമസിച്ചിട്ടുണ്ട്. 5th ബ്ലോക്ക് കോർമംഗലയിലാണ് താമസിച്ചത്. അവിടെ ബാംഗ്ലൂര് ശരിക്കും പറഞ്ഞാൽ CBD എന്ന് പറയുന്നത് സെൻട്രൽ ബാംഗ്ലൂർ ഡിസ്ട്രിക്റ്റിനകത്ത് ഏറ്റവും നല്ലൊരു സ്ഥലമാണ്. എന്റെ അപ്പാർട്ട്മെന്റിൽ താമസിച്ചിരിക്കുന്ന ഞാനൊരു കമ്പനിയുടെ CEO ആയിരുന്നു. അവിടെ താമസിക്കുന്ന ശരാശരി അവിടുത്തെ റെന്റ് 40,000 രൂപയാണ് റെന്റ് എന്ന് പറഞ്ഞത്. ആ 40,000 രൂപ റെന്റ്, 40,000 മുതൽ 50,000 വരെ റെന്റ്. ഞാൻ 2 BHK 40,000, 3 BHK 50,000, 60,000 എന്റെ കമ്പനിയാണ് കൊടുത്തത്. അന്ന് ആ അപ്പാർട്ട്മെന്റിൽ താമസിച്ചുകൊണ്ടിരുന്ന ഏകദേശം എനിക്ക് തോന്നുന്നു 88 വീടുകളുണ്ട്. 88 വീടിൽ 70 വീടുകളും സെയിൽസുകാരാണ്, സെയിൽസുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾ. അത് അത്രയും പേർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുള്ളൂ. മാനുഫാക്ചറിംഗുകാരനോ അല്ലെങ്കിൽ അക്കൗണ്ടന്റിനോ അഫോർഡ് ചെയ്യാൻ പറ്റുന്ന 10,000 രൂപയുടെ വീടാണ്. 10,000 രൂപയുടെ വീടേ ഉള്ളൂ. സെയിൽസുകാരൻ 40,000, 50,000 രൂപയുടെ വീടാണ്. എനിക്ക് കമ്പനി എടുത്തു വന്നിരിക്കുന്നത് 40,000 രൂപ റെന്റുള്ള വീടായിരുന്നു. എന്തുകൊണ്ടാണെന്നറിയാം, ഞാൻ സെയിൽസിലാണ്, ഞാനാണ് അവിടെ ബിസിനസ് കൊണ്ടുവരുന്നത്. അപ്പൊ ബിസിനസ് കൊണ്ടുവരുന്നവനാണ് ഒരു ഓർഗനൈസേഷനെ നടത്തുന്നത്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിട്ട് ഇപ്പൊ ഒരു സാധനം വിൽക്കുന്ന കാര്യം നിങ്ങളോട് പറഞ്ഞാൽ അവൻ മടിയാ. കാരണം നിങ്ങൾക്ക് ഒരാളോട് പറഞ്ഞാൽ അയാൾ വേണ്ടെന്ന് പറഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നുള്ള ആലോചനയിലാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട, വേണ്ട എന്ന് പറഞ്ഞാൽ അത് സംഭവിക്കാൻ ഒന്നുമില്ല, അടുത്ത ആളെ കണ്ടുപിടിക്കുക. ദെൻ ഇതിനകത്ത് വേറെ കാര്യങ്ങളുണ്ട്. സെയിൽസിനെ മനസ്സിലാക്കിയാൽ എന്താ അറിയോ, ആൾക്കാർക്ക് സാധനം മേടിക്കാൻ ഇഷ്ടം, പക്ഷെ വിൽക്കാൻ മടിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള സാധനമല്ല എന്തെങ്കിലും പുതിയ സാധനം മേടിക്കാൻ പറഞ്ഞാൽ. എനിക്കിഷ്ടമാണ്, നിങ്ങൾക്കും ഇഷ്ടമാണ്. ജനറലി എല്ലാവർക്കും ഒരു പുതിയ സാധനം. ഇപ്പൊ നിങ്ങളുടെ കയ്യിലുള്ള ഫോൺ മാറി ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഫോൺ മേടിക്കാന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു സന്തോഷം തോന്നിയല്ലേ? നല്ലതായിരിക്കും. മേടിച്ചാലും ഇല്ലെങ്കിൽ അത് ചിന്തിക്കാൻ തന്നെ സന്തോഷമാണ് അല്ലേ? ഇപ്പോൾ ഉള്ള നിങ്ങളുടെ കിട്ടുന്ന ഏറ്റവും പുതിയ ഡ്രസ്സും കൂടെ ഒരു ഡ്രസ്സ് കൂടെ മേടിക്കാൻ നിങ്ങൾക്ക് സന്തോഷമല്ലേ? ഇന്ന് നാളെ നിങ്ങളുടെ വീട്ടിലോട്ട് ആഹാരം മേടിക്കാനുള്ള പച്ചക്കറിയോ അല്ലെങ്കിൽ പല വ്യഞ്ജനങ്ങളോ ഒക്കെ മേടിക്കണമെങ്കിൽ നിങ്ങൾക്ക് സന്തോഷമല്ലേ? എല്ലാവർക്കും സാധനം മേടിക്കാൻ സന്തോഷമാണ്, പക്ഷെ വിൽക്കാൻ മടിയാ. എന്തുകൊണ്ടാ? നമുക്ക് ഇതിനെക്കുറിച്ച് അറിയാൻ മേലാത്തോടെ. തിരിച്ച് ചിന്തിക്കുക, വിൽക്കാൻ സന്തോഷിക്കുക, വാങ്ങിക്കുന്നോ മേടിച്ചിട്ട് പോടെ സന്തോഷത്തോടു കൂടി. അപ്പോൾ നിങ്ങൾക്ക് എന്ത് സാധനം വിൽക്കാൻ സാധിക്കും. സോ സെല്ലിംഗ് ഈസ് ആക്ച്വലി ഹെൽപ്പിംഗ് പീപ്പിൾ ടു ബൈ. സെയിൽസ് എന്നൊരു സാധനം ഇല്ല. സെയിൽസ് എന്നൊരു സാധനത്തിനേക്കാളും കൂടുതൽ, അല്ലെങ്കിൽ ഒരു പ്രൊഫഷനേക്കാളും കൂടുതൽ ഹെൽപ്പിംഗ് പീപ്പിൾ ടു ബൈ, വേറൊരാൾക്ക് സാധനം മേടിക്കാൻ സഹായിക്കുന്നവരായിട്ട് മാറുക. ഞാൻ സെല്ല് ചെയ്യുന്നേ ഇല്ല, ഞാൻ മറ്റൊരാളെ സഹായിക്കുകയാണ്. ഞാനിപ്പോ ആക്ച്വലി ആണ് സെല്ലിങ് സംതിങ് അല്ലെ? എല്ലാ ദിവസവും നമ്മൾ വിൽക്കുന്നുണ്ട് എന്തെങ്കിലുമൊക്കെ. ഞാനിപ്പോ എന്റെ കഴിവ് നിങ്ങൾക്ക് കൊടുക്കുകയാണ്. എന്തിനാണ്? നിങ്ങളെ ജീവിതത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ. സോ ഐ എം സെല്ലിംഗ് മൈ ടാലന്റ് ഓർ സ്കിൽ ടു ഹെൽപ്പ് യു ബിക്കം ആൻ അച്ചീവർ. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു നല്ലൊരു അച്ചീവർ ആകാൻ നിങ്ങളെ വേണ്ടി ഞാൻ സഹായിക്കുകയാണ്. ഇത് തന്നെയാണ് സെയിൽസ്. അതായത് മറ്റൊരാളെ വാങ്ങാൻ സഹായിക്കുക, അയാളുടെ ഒരു നീഡിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ, അയാളുടെ ആഗ്രഹത്തിന്, ആവശ്യത്തിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ സഹായിക്കുക. അതാണ് ശരിക്കും സെയിൽസ്. ഡോണ്ട് സെൽ, ഹെൽപ്പ് ടു ബൈ. ഒരിക്കലും വിൽക്കേണ്ട, സാധനം മേടിക്കാൻ പഠിപ്പിക്കുക. നമുക്ക് പല ആൾക്കാർക്കും ഉള്ള പ്രശ്നം വെച്ചാല്, നമ്മൾ പലപ്പോഴും നമ്മളൊരു ജോലി, പ്രത്യേകിച്ച് ഞാൻ ഗവൺമെന്റ് ജോലിയുള്ള ആളാണ്. ഞാൻ സർക്കാർ ജോലി എന്റെ ചെറിയ പ്രായത്തിൽ കിട്ടിയ ആളാണ്. ഇപ്പൊ ഞാൻ ഉണ്ടായിരുന്ന ഒരു ഡെപ്യൂട്ടി ഡയറക്ടർ ആയ ആ സ്ഥാപനത്തിൽ. അത് വലിയ സംഭവമാണ്. ഡെപ്യൂട്ടി ഡയറക്ടർ എന്ന് വിചാരിക്കുന്ന ഒത്തിരി പേരുണ്ട്. വെറുതെയാണ്. സർക്കാർ ജോലി ഞാൻ കുറ്റം പറയുന്നതല്ല, സർക്കാർ ജോലിയിൽ ഏത് ജോലിയും. പക്ഷെ അതിനേക്കാളും 100 ഇരട്ടി നിങ്ങൾക്ക് ഡിഗ്നിറ്റി, 100 ഇരട്ടി പേഴ്സണാലിറ്റി, 100 ഇരട്ടി ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുന്നത് നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഒരു സെയിൽസിൽ എക്സൽ ചെയ്യാൻ നിങ്ങൾക്ക് സാധിച്ചാൽ. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, എക്സൽ ചെയ്യാൻ സാധിക്കണമെങ്കിൽ യു ഹാവ് ടു ഹെൽപ്പ് സംബഡി ടു ബൈ. ആർക്കെങ്കിലും സാധനങ്ങൾ മേടിക്കാൻ നിങ്ങൾ സഹായിക്കണം. സെയിൽസ് ഇൻ അവർ ബിസിനസ് ഇസ് ഇമ്പോർട്ടന്റ് ഓർ നോട്ട്? അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് നമ്മുടെ ബിസിനസ് സെയിൽസ് ഇമ്പോർട്ടന്റ് ആയത്? എന്തുകൊണ്ടാണ്? ഒന്ന്, നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആക്ച്വലി ക്രിയേറ്റ് ചെയ്യുന്ന എന്താണ്?
നമ്മളൊരു ടീം ഓഫ് പ്രൊഡക്റ്റ് യൂസേഴ്സ് ആൻഡ് സെല്ലേഴ്സ്, അതാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തത്. ഈ ബിസിനസ്സിൽ വിജയിക്കുന്ന സിമ്പിൾ ടെക്നിക്കാണ്, ഇതിനകത്ത് ഒരു കോംപ്ലിക്കേഷനും ഇല്ല. പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നതും പ്രൊഡക്റ്റ് വിൽക്കുന്നതുമായുള്ള ഒരു കൂട്ടം ആൾക്കാരെ ക്രിയേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഇതിനകത്ത് സസ്റ്റൈനബിൾ ബിസിനസ് ഉണ്ടാവും. പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നതും പ്രൊഡക്റ്റ് വിൽക്കുന്നതുമായിട്ടുള്ള ഒരു കൂട്ടായ്മ, അതാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്, അല്ലെ? ഇന്ന് ആലോചിച്ച് നോക്കുക, നിങ്ങളുടെ കൂടെയുള്ള എല്ലാ ഡിസ്ട്രിബ്യൂട്ടേഴ്സ്, നിങ്ങൾ സ്വന്തമായിട്ട് ഒരു മാസം 5000 രൂപയുടെ സാധനം വിൽക്കുകയും 10,000 മുതൽ 15,000 രൂപയുടെ 5,000 രൂപയുടെ സാധനം ഉപയോഗിക്കുകയും 10,000 മുതൽ 15,000 രൂപയുടെ സാധനം വിൽക്കുകയും ചെയ്താൽ നിങ്ങൾക്ക് സാധിക്കുകയില്ലോ? നിങ്ങൾ അങ്ങനെ ഒരു സിറ്റുവേഷനെ കുറിച്ച് ആലോചിച്ച് നോക്കുക. ഇത് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന 82 പേർക്കും ഞാൻ ഉൾപ്പെടെ നമുക്ക് സാധിക്കും ഒരു 5,000 രൂപയുടെ സാധനം നിങ്ങൾക്ക് വീട്ടിൽ ഉപയോഗിക്കാനും, ഒരു 10,000 മുതൽ 15,000 രൂപ സാധനം നിങ്ങൾക്ക് ഒരു മാസം, അതായത് 30 ദിവസം കൊണ്ട് വിൽക്കാനും ഏത് വ്യക്തി വിചാരിച്ചാലും സാധിക്കും. വിചാരിക്കണം, കാരണം അത്രയധികം ഡിമാൻഡുള്ള പ്രോഡക്റ്റ് നമ്മുടെ അടുത്തുണ്ട്. നമുക്ക് അത്രയധികം ട്രെയിനിങ് കിട്ടുന്നുണ്ട്. നമുക്ക് അത്രയധികം ആൾക്കാർ നിങ്ങളുടെ കൂടെ സഹായിക്കാനുണ്ട്. നിങ്ങൾ ആലോചിക്കണം, നിങ്ങളുടെ വീടിനടുത്തുള്ള ചെറിയ തട്ടുകടയോ മുറുക്കാങ്കടയോ പോലും ഒരു ദിവസം 10,000 രൂപയുടെ സെയിൽ നടത്തുന്നുണ്ട്. ഇവിടെ ഒരു മാസം അവർക്ക് ആയുഷ് പ്രീമിയം പ്രൊഡക്റ്റ് ഇല്ല. അവർക്ക് ചന്തയിൽ നിന്ന് കിട്ടുന്ന എന്താ പറയുന്നത്, മുട്ടായിയോ അല്ലെങ്കിൽ പഴമോ അല്ലെങ്കിൽ മുട്ടയോ ഒക്കെ മേടിച്ചു വെച്ചിട്ടാണ് അവർ വിൽക്കുന്നത്. എന്നിട്ട് പോലും അവർ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഇന്ന് മനുഷ്യന് ഏറ്റവും ആവശ്യമുള്ള, അതായത് നമ്മളിപ്പോ നേരത്തെ പറഞ്ഞ പ്രൊഡക്റ്റുകളെക്കാളും ആവശ്യമുള്ള ന്യൂട്രീഷണൽ പ്രൊഡക്റ്റും ഒക്കെ നമ്മുടെ അടുത്തുണ്ട്. ഒരു 5,000 രൂപയുടെ സാധനം നമുക്ക് ഉപയോഗിച്ചുകൂടെ? 10,000 മുതൽ 15,000 രൂപയുടെ സാധനം നമുക്ക് വിറ്റുകൂടെ? 15,000 രൂപയുടെ സാധനം വിറ്റാൽ നിങ്ങൾക്ക് 5,000 രൂപയുടെ സാധനം ഉപയോഗിക്കാനുള്ള പൈസ കിട്ടുകയും ചെയ്യും. പക്ഷെ അത് മനുഷ്യന് തയ്യാറാകുന്ന ഒരു കൂട്ടം ആൾക്കാരെ ക്രിയേറ്റ് ചെയ്താൽ നിങ്ങളുടെ ബിസിനസ് എവിടെ എത്തുമെന്ന് അറിയാം. അതിന് നമ്മളെയും തുടങ്ങണം. അപ്പൊ അതാണ് നമ്മുടെ ശക്തി. നിങ്ങൾ ആലോചിച്ച് നോക്കാം, നിങ്ങളുടെ ടീമിൽ 100 പേര് 5,000 രൂപയുടെ പ്രൊഡക്റ്റ് എല്ലാ മാസവും ഉപയോഗിക്കുകയും 10,000 മുതൽ 15,000 രൂപയുടെ സാധനം വിൽക്കുകയും ചെയ്താൽ നിങ്ങളുടെ ടേൺ ഓവർ എത്രയാവും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? 15 മുതൽ 20 ലക്ഷം രൂപയുടെ സെയിൽസ് ഉണ്ടാക്കാൻ പറ്റും. വെറും 100 പേരുണ്ടായാൽ മതി. ഇതിനകത്ത് 100 പേരുണ്ടാകാനായിട്ട് ഒരാളിൽ നിന്ന് 2 പേരിൽ നിന്ന് തന്നെയാണ് തുടങ്ങുക. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, സക്സസ് ബറി എന്നുള്ള ഓർഗനൈസേഷൻ ഇന്ന് ശരാശരി ഒരു മാസം 1.5 കോടി രൂപയുടെ ബിസിനസ്, 2 കോടി അടുത്തൊക്കെ ബിസിനസ് ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടാണ്? ആൾക്കാർ വന്ന് ഈ ബിസിനസ്സിനകത്ത് ചെയ്യുന്നതാണ്. ഇതിന്റെ പകുതി നടന്നാൽ, 10-1 നടന്നാൽ പോലും 1.5 ലക്ഷം മുതൽ 2 ലക്ഷം രൂപയുടെ ബിസിനസ് ഒരു മാസം ഉണ്ടാകും. പക്ഷെ അതുപോലും ചിന്തിക്കാതെ നമ്മൾ ഇത് ശരിയാട്ടോ, ഇപ്പൊ നിങ്ങൾ മനസ്സിൽ തോന്നുന്നു എന്റെ ഡൗൺലൈൻ 4 പേര് ഇതിനകത്തുണ്ട്, അവര് കേൾക്കണത്, ഞാൻ അവരെ അങ്ങ് വിടും. നിങ്ങൾ കേട്ട്, നിങ്ങൾ ആസ് എ പേഴ്സൺ നിങ്ങൾ ഇത് ചെയ്യുന്നുണ്ടോ? 5,000 രൂപയുടെ പ്രൊഡക്റ്റ് വീട്ടിൽ ഉപയോഗിക്കുകയും 10,000 മുതൽ 15,000 രൂപയുടെ സാധനം വിൽക്കുകയും ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഇങ്ങനെ സംഭവിച്ചാൽ, അങ്ങനെയുള്ള 100 പേരെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്താൽ 1.5 മുതൽ 2 ലക്ഷം രൂപ ഒരു മാസം വരുമാനം ഉണ്ടാവും. നിങ്ങൾ ആലോചിച്ച് നോക്കുക, വെറും 100 പേര് എത്തിയാൽ മതി. ഒരു വർഷം കൊണ്ട് എത്തിയാൽ മതി, ഒരു ദിവസം കൊണ്ട് എത്തണ്ട. അപ്പൊ പോലും അടുത്ത വർഷം ഈ സമയത്ത് നിങ്ങളുടെ വരുമാനം 1 ലക്ഷം മുതൽ 2 ലക്ഷം അല്ല 2.5 ലക്ഷം രൂപ വരെ ആയിരിക്കും. പക്ഷെ നമ്മളെയും തുടങ്ങണം. അത് ഞാൻ സാറേ 100 പേരെ കൊണ്ടുവരാം, അവരെല്ലാവരും ചെയ്യട്ടെ, ഞാൻ ഉപയോഗിക്കണം, എനിക്ക് ലക്സിന്റെ സോപ്പ് തേച്ചില്ലേ കുഴപ്പമാണ്, ഞാൻ അല്ലെങ്കിൽ ന്യൂട്രീഷൻ ഒന്നും കഴിക്കില്ല, ഞാൻ എന്നിട്ട് എന്താ യൂട്യൂബിൽ ആരെങ്കിലും പറയുന്ന സാധനം മേടിച്ചിട്ട് ഞാൻ കഴിക്കുള്ളൂ. ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാർ ഈ ബിസിനസ്സിനകത്ത് വിജയിക്കുന്ന നിങ്ങൾ പ്രതീക്ഷിക്കുക പോലും വേണ്ട. നിങ്ങളുടെ ബിസിനസ്സിനാണ് നിങ്ങൾ ചെയ്യേണ്ടത്. നിങ്ങളിൽ നിന്നാണ് തുടങ്ങുന്നത്. നമ്മൾ ചെയ്യാത്തൊരു കാര്യം നമ്മൾ മറ്റൊരാളിൽ നിന്ന് പ്രതീക്ഷിക്കരുത്. ഞാൻ ചെയ്യാത്ത ഒരു കാര്യം ഇന്നുവരെ നിങ്ങളെ പഠിപ്പിച്ചിട്ടില്ല, നിങ്ങളോട് അത് പറയാറുമില്ല. ഞാൻ ചെയ്യുന്ന കാര്യങ്ങളുടെ പകുതിയെങ്കിലും ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ജീവിതത്തിൽ എന്നെക്കാളും വലിയ ലെവൽ എത്താൻ പറ്റുമെന്ന് മാത്രമാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷെ ഇവിടെ പ്രശ്നം, നമ്മുടെ വീട്ടിൽ പോലും 5,000 രൂപയോ 5,000 രൂപയ്ക്ക് പോയി പൊറോട്ടയും ചില്ലി ചിക്കനും ഒരു മാസം കഴിക്കുന്ന ആൾക്കാരുണ്ട്. അല്ലെ പുറത്തും ചിക്കനോ മട്ടനോ അതുപോലത്തെ സാധനം മേടിക്കുന്ന ആൾക്കാരുണ്ട്. നടന്നു പോകുന്ന സ്ഥലത്തേക്ക് ഓട്ടോറിക്ഷ വിളിച്ച് പോകാൻ 500-1000 രൂപ മുടക്കാൻ മടിയില്ല. അല്ലെങ്കിൽ എന്തെങ്കിലും അനാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് ചെയ്യാൻ മടിയില്ല. പക്ഷെ സ്വന്തം ആരോഗ്യത്തിന് വേണ്ടി 5,000 രൂപ ഒരു ഫാമിലിക്ക് വേണ്ടിയിട്ട് ഒന്നുമല്ല. നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടത്, അത് ചെയ്യുന്ന ആൾക്കാര് നമ്മൾ, കാരണം ഇല്ലെങ്കിൽ നിങ്ങൾ ഇന്ന് സേവ് ചെയ്താൽ നാളെ കൊണ്ട് ഏതെങ്കിലും ICU കിടക്കുമ്പോൾ നമ്മൾ ആലോചിക്കും, ദൈവമേ ഇത് കുറച്ച് നേരത്തെ ചെയ്തിരുന്നെങ്കിൽ എന്ന്. നമ്മൾ ആലോചിക്കേണ്ട കാര്യം 2 ഓപ്ഷനേ ഉള്ളൂ. ഇന്ന് നിങ്ങൾ എല്ലാം കൂടെ കൂട്ടി വെച്ചിട്ട് നമുക്ക് സേവ് ചെയ്യാം, അല്ലെങ്കിൽ പൊറോട്ട കഴിക്കാൻ, ചിക്കൻ കഴിക്കാൻ, മട്ടൻ കഴിക്കാൻ, ഡ്രസ്സ് മേടിക്കാൻ ഒക്കെ ചെയ്യാം. ഇതിനെ അവോയ്ഡ് ചെയ്യാം. നാളെ കൊണ്ട് ഇതെല്ലാം കൂടെ ചേർത്ത് ആശുപത്രി കൊടുക്കാം. ചിലപ്പോൾ കയ്യിൽ കാശില്ല, നാട്ടുകാരുടെ നിന്നോ ലൈഫ് മിഷനിൽ നിന്നോ ഒക്കെ പ്രതീക്ഷിക്കുകയും ചെയ്യാം. അല്ലാതെ ജീവിതത്തിൽ മുന്നോട്ട് പോകണം നമ്മൾ എന്തെങ്കിലും ചെയ്യണം. ആരെങ്കിലും ചെയ്തതെന്ന് നമ്മൾ ജീവിതത്തിൽ മുന്നോട്ട് പോകുന്ന പ്രതീക്ഷിക്കരുത്. 5,000 രൂപയുടെ പ്രൊഡക്റ്റ് ഉപയോഗിക്കാൻ പറ്റാത്ത ഒരു 15,000 രൂപ സാധനം വിൽക്കുക, 5,000 രൂപ സാധനം ഉപയോഗിക്കാം. അപ്പൊ ഇങ്ങനെയുള്ള ഒരു ടീമിനെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിന് ആദ്യം വേണ്ടതെന്നാണ് പ്രോഡക്റ്റിനെ കുറിച്ച് മനസ്സിലാക്കണം. നമ്മുടെ പ്രൊഡക്റ്റ് ട്രെയിനിങ്, ഇന്നലെ നമ്മൾ പ്രൊഡക്റ്റ് ട്രെയിനിങ് എടുത്ത് ബിന്ദു അജിത്ത് വളരെ നല്ല ട്രെയിനിങ് ആയിരുന്നു. അതുപോലെ എത്രയോ ആൾക്കാരുടെ ട്രെയിനിങ്ങുകൾ നമ്മൾ വരുന്നുണ്ട്. പ്രൊഡക്റ്റിനെ കുറിച്ച് മനസ്സിലാക്കണം, അത് ഉപയോഗിക്കണം, അത് റെക്കമെൻഡ് ചെയ്യണം. ഉപയോഗിച്ചാൽ റെക്കമെൻഡ് ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ ചവനപ്രാശം ഉപയോഗിച്ചാൽ എനിക്ക് മറ്റൊരു പ്രൊഡക്റ്റ് റെക്കമെൻഡ് ചെയ്യാൻ പറ്റും. ഈ പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി നമുക്ക് അറിയാൻ പറ്റും, അല്ലെ? അതുപോലെ തന്നെയാണ് ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ചാൽ മാത്രമേ നമുക്ക് ശരിക്കും മറ്റൊരു കാര്യം റെക്കമെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. കാറൊക്കെ നിങ്ങൾ നോക്കാൻ ചെന്ന് കഴിഞ്ഞാൽ അവർ ഡ്രൈവ് വരും, അല്ലെ? എന്താ ടെസ്റ്റ് ഡ്രൈവ് എന്ന് പറയും, ടെസ്റ്റ് ഡ്രൈവ് വരും. എന്തുകൊണ്ടാണ്? ഉപയോഗിച്ച് ഓടിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ അതുകൊണ്ട് തന്നെ അതുപോലെ ഈ പ്രൊഡക്റ്റ് നിങ്ങൾ ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് മറ്റൊരാൾക്ക് വിൽക്കാനും സാധിക്കും. ഉപയോഗിക്കുക,
10 പ്രോഡക്റ്റ് ഉപയോഗിക്കുക, നിങ്ങൾക്ക് 10 പ്രോഡക്റ്റ് ആ പ്രോഡക്റ്റ് അല്ല മറ്റൊരു പ്രോഡക്റ്റ് വിൽക്കാൻ പറ്റും. കമ്പനിയുടെ പ്രോഡക്റ്റിന്റെ ക്വാളിറ്റി നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. എന്തുകൊണ്ട് നമ്മുടെ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മുടെ പ്രോഡക്റ്റുകൾ ന്യൂട്രീഷൻ ബേസ്ഡ് ഓൺ ആയുർവേദ ബേസ്ഡ് ന്യൂട്രീഷൻ ആണ് നമ്മുടെ പ്രൊഡക്റ്റുകളിൽ നല്ലൊരു ശതമാനം പ്രൊഡക്റ്റുകൾ. ഇന്ന് ശരിക്കും അതുകൂടാതെ നമുക്ക് ആഗ്രോ പ്രോഡക്ട്സ് ഉണ്ട്, ഓർഗാനിക് ആഗ്രോ പ്രോഡക്ട്സ് ഉണ്ട്, ഹോം കെയർ പേഴ്സണൽ കെയർ പ്രോഡക്ട്സ് ഉണ്ട്. ഇതൊക്കെ മനുഷ്യന് ആവശ്യമുള്ള സാധനമാണ്. സോ നമ്മുടെ കാര്യം, നമ്മുടെ പ്രൊഡക്റ്റിന്റെ റേഞ്ച് പറഞ്ഞാൽ ഏറ്റവും നല്ല ബെസ്റ്റ് ഇൻ ക്ലാസ് ആൻഡ് മോസ്റ്റ് നീഡഡ് പ്രൊഡക്ട്സ്. ഇന്ന് നമുക്ക് ന്യൂട്രീഷൻ ഇല്ലാതെ ജീവിക്കുമെന്ന് ചിന്തിക്കുക പോലും വേണ്ട. നിങ്ങളുടെ കാശുണ്ടോ ഇല്ലയോ എന്നുള്ള പ്രശ്നമല്ല. നിങ്ങൾക്ക് ക്യാൻസർ വരാനോ ഹാർട്ട് അറ്റാക്ക് വരാനോ നിങ്ങളുടെ കയ്യിലുള്ള പൈസ നോക്കിയിട്ടല്ല വരുന്നത്. നിങ്ങളുടെ മുട്ടുവേദന വരുന്നോ, കിഡ്നിക്ക് പ്രശ്നം വരുന്നോ, ലിവറിന് പ്രശ്നം വരുന്നോ, വയറ്റിന് പ്രശ്നം വരുന്നോ, നിങ്ങളുടെ കയ്യിലുള്ള പൈസ നോക്കിയിട്ടോ നിങ്ങളുടെ ആരോഗ്യം നോക്കിയിട്ടോ അല്ല ഇന്ന് വരുന്നത്. നിങ്ങളുടെ കയ്യിലുള്ള നിങ്ങളുടെ ശരീരത്തിലുള്ള ന്യൂട്രീഷനെ നോക്കിയിട്ടാണ്. ന്യൂട്രീഷൻ മുന്നോട്ട് പോകാൻ നിങ്ങളോട് ഡോക്ടർ പറയുന്നതെന്ന് വരില്ല. ഒരു ഡോക്ടർ പറഞ്ഞിട്ട് ന്യൂട്രീഷൻ കഴിക്കാൻ നിൽക്കേണ്ട. കാരണം ഡോക്ടർ ന്യൂട്രീഷനെ കുറിച്ച് പഠിക്കുന്ന പോലില്ല. പിന്നെ എങ്ങനെ ഡോക്ടർ പറയാം? ഡോക്ടർക്കും അറിയാൻ ന്യൂട്രീഷൻ ആവശ്യമാണെന്നുള്ളത് പറയാറില്ല. പക്ഷെ ന്യൂട്രീഷൻ കഴിക്കാതെ നിങ്ങളുടെ കയ്യിൽ എന്ത് കാര്യം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ആരോഗ്യം നിലനിർത്താൻ പറ്റില്ല. 101% സത്യമാണ്. ന്യൂട്രീഷൻ കഴിക്കാതെ നിങ്ങൾക്ക് ആരോഗ്യം നിലനിർത്താൻ പറ്റില്ല. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കൊണ്ട് ഏതെങ്കിലും കാര്യങ്ങൾ, ഫൈബ്രോയിഡ് ആയിക്കോട്ടെ, അതായിക്കോട്ടെ, ഇതായിക്കോട്ടെ, കിഡ്നി പ്രശ്നം ആയിക്കോട്ടെ, ലിവർ പ്രശ്നം ആയിക്കോട്ടെ, മുട്ടുവേദന ആയിക്കോട്ടെ, എവിടെയെങ്കിലും കൊണ്ട് നിങ്ങൾ പൈസ ആശുപത്രി കൊടുക്കേണ്ടി വരും. പക്ഷെ ന്യൂട്രീഷൻ കഴിച്ചാൽ നിങ്ങൾക്ക് ഒരു പരിധി വരെ ഇതിൽ നിങ്ങൾക്ക് മാറാൻ സാധിക്കുന്നത്. സോ ന്യൂട്രീഷൻ ഇറ്റ്സ് എ ലാർജസ്റ്റ് ബിസിനസ് ഇൻ ദ വേൾഡ് ടുഡേ. ഇന്ത്യയിലെ IT-യെക്കാളും വലിയ ബിസിനസ്സാണ് ലോകത്ത് ന്യൂട്രീഷൻ. അങ്ങനെയാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. എവ്രി വൺ നീഡ്സ് ന്യൂട്രീഷൻ. എല്ലാവർക്കും കമ്പ്യൂട്ടറിന്റെ ആവശ്യമില്ല, പക്ഷെ എല്ലാവർക്കും ന്യൂട്രീഷന്റെ ആവശ്യമുണ്ട്. സോ ബേസിക് വെൽനസ് പഠിക്കുക. നമുക്ക് ഇഷ്ടംപോലെ അവസരങ്ങൾ ഇതിനകത്തുണ്ട്. പ്രൊഡക്റ്റ് ട്രെയിനിങ് അറ്റൻഡ് ചെയ്യുക. ദിവസവും ആഴ്ചയിൽ 1-2 പ്രൊഡക്റ്റ് ട്രെയിനിങ് നമ്മൾ ചെയ്യുന്നുണ്ടാവും. അത് മുഴുവൻ അറ്റൻഡ് ചെയ്യുക. കാരണം പ്രൊഡക്റ്റ് ട്രെയിനിങ് അറ്റൻഡ് ചെയ്ത് നിങ്ങൾക്ക് വിവരങ്ങൾ കിട്ടും. ഞാൻ പഠിക്കാനൊന്നും തയ്യാറല്ല സാറേ, എനിക്ക് ജീവിതത്തിൽ രക്ഷപ്പെട്ടാൽ മാത്രം മതി. ഒരു തരത്തിലും രക്ഷപ്പെടുമെന്ന് പ്രതീക്ഷിക്കേണ്ട. പഠിക്കാൻ തയ്യാറാകണം. രാവിലെ വൈകുന്നേരം ഒക്കെ നിങ്ങൾക്ക് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പല കാര്യങ്ങളും മനസ്സിലാക്കാനും പഠിക്കാനും സാധിക്കും. വെൽനസ് എന്ന് പറയുന്നത് ഇന്ന് ശരിക്കും പറഞ്ഞാൽ ബേസിക്കലി നിങ്ങൾ വെൽനസ് മനസ്സിലാക്കുക. വെൽനസ് എന്ന് പറഞ്ഞാൽ പ്രിവെൻഷൻ ഓഫ് ഡിസീസ്. അസുഖങ്ങളെ തടഞ്ഞു നിർത്തുക എന്നുള്ളതാണ് വെൽനസ് എന്ന് പറഞ്ഞാൽ. നമ്മുടെ നാട്ടിൽ അസുഖങ്ങൾ ശരിക്കും കൂടിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കറിയാം, ഇന്ന് 25-50 വയസ്സിനിടയിലുള്ള ഒത്തിരി ആൾക്കാർക്ക് ഹാർട്ട് അറ്റാക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയൊന്നും വരേണ്ട ആവശ്യമില്ല. 50-ന് മുകളിലോട്ടുള്ളത് അതിനേക്കാളും കൂടുതലാണ്. അങ്ങനെയൊന്നും വരേണ്ട ആവശ്യമുള്ള കാര്യമല്ല. പക്ഷെ കോവിഡ് വന്നതിന് ശേഷം ന്യൂട്രീഷൻ കുറഞ്ഞത് കൊണ്ട് ഇന്ന് അസുഖങ്ങളുടെ എണ്ണം രോഗികളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഇന്ന് ഏറ്റവും കൂടുതൽ നമ്മുടെ ആരോഗ്യം നിലനിർത്താൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ സാധനം നമുക്ക് വെൽനസ് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. വെൽനസ് പ്രാക്ടീസ് ചെയ്യുക അത് വളരെയധികം പ്രധാനപ്പെട്ട സാധനമാണ്. സോ വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ ഇതിന്റെ അവയർനെസ് ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ വെൽനസിന്റെ അവയർനെസ് ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുന്നതിനേക്കാൾ ഫാസ്റ്റ് ആയിട്ടാണ് ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളത് അറിയണം, മനസ്സിലാക്കണം, ഉപയോഗിക്കണം, എങ്കിലേ നമുക്ക് മുന്നാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മള് ഒരു വെൽനസ് ബേസ്ഡ് ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ ഡിസീസസിനെ പ്രിവെന്റ് ചെയ്യുന്ന ഒരു സ്റ്റാർട്ടപ്പിന്റെ ഭാഗമാണെന്നുള്ളത് മനസ്സിലാക്കണം. ഞാൻ എന്തുകൊണ്ടാണ് സെയിൽസിനെ കുറിച്ച് പറയുമ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കറിയില്ല നമ്മൾ എവിടെയാണ് നിൽക്കുന്നതെന്ന് പലർക്കും അറിയില്ല. നമ്മുടെ പ്രവൃത്തി എന്താണെന്ന് നമുക്കറിയില്ല. കാരണം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് പോലും നമുക്കറിയില്ല. നമ്മളൊരു വെൽനസ് ബേസ്ഡ് സ്റ്റാർട്ടപ്പിന്റെ ഭാഗമാണ്. ഇന്നത്തെ സ്റ്റാർട്ടപ്പാണ്. ഇറ്റ്സ് എ സോഷ്യൽ സർവീസ് ടു ദ സൊസൈറ്റി. ഇന്നത്തെ സൊസൈറ്റിയുടെ സോഷ്യൽ സർവീസ് ആണ്. സൊസൈറ്റി കൊടുക്കാവുന്ന ഒരു സർവീസാണ്. അതിന് അഭിമാനത്തോടെ നിങ്ങൾ ഈ ബിസിനസിനെയും പ്രൊഡക്റ്റിനെയും കാണും. ആൻഡ് എല്ലാ ദിവസവും റെഗുലർ ആയിട്ട് നിങ്ങൾ ആൾക്കാരോട് പ്രൊഡക്റ്റിനെ കുറിച്ചും ബിസിനസിനെ കുറിച്ചും സംസാരിക്കുക. ദെൻ ഒരു 10 കസ്റ്റമറെങ്കിലും നമുക്ക് ഉണ്ടാവണം. 10 കസ്റ്റമറെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാത്ത ആരും ഇന്ന് ഈ ബിസിനസ്സിനകത്ത് വന്നിട്ടില്ല. നിങ്ങൾക്ക് അറിയാവുന്ന 10 പേര്, നിങ്ങൾക്ക് അറിയില്ലാത്ത 10 പേര്, ആരെങ്കിലും ഒരു 10 പേരെ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യുക. അതിന് നമുക്കൊരു ധാരണ വേണം, അതിന് നമുക്കൊരു ഇൻക്ലിനേഷൻ വേണം, അതിനെക്കുറിച്ച് നമുക്കൊരു ചിന്ത വേണം. കാരണം അഭിമാനത്തോടെ ഈ പ്രൊഡക്റ്റ് നിങ്ങൾ 10 പേരോട് പറഞ്ഞാൽ 10 പേരോട് പറഞ്ഞാൽ 10 പേര് സ്വീകരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷെ കുറെ പേരോട് പറഞ്ഞാൽ 10 പേര് സ്വീകരിക്കും. അതിന് 10 പേര് എനിക്ക് വേണം എന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം. എന്താ അറിയാം, നമ്മൾ ചിന്തിക്കുന്നത് എനിക്ക് ആകെ അറിയാവുന്ന 5 പേരാണ്. ഈ 5 പേരിൽ കൂടെ ഞാൻ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ നോക്കുകയാണ്. അങ്ങനെയൊന്നുമല്ല. നമുക്കറിയാവുന്ന 5000 പേരുണ്ടാവും. അതിനകത്ത് നമുക്ക് വേണ്ട 5 പേരല്ലെ 10 പേരാണെങ്കിൽ അവരിലേക്ക് എത്തണം. അത് രണ്ടാണ്. എനിക്കറിയാവുന്ന ആൾക്കാരിൽ ഞാൻ നിലനിൽക്കും. എനിക്കറിയാൻ മേലാത്ത ആൾക്കാരിലേക്ക് ഞാൻ പോവില്ല. അല്ലെങ്കിൽ എനിക്കറിയാവുന്ന 5 പേര്, ഞാൻ പ്രതീക്ഷിക്കുന്ന 5 പേരിൽ കൂടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് പ്രതീക്ഷ വേണ്ട. എനിക്ക് വേണ്ടത് 5 പേരാണ്, അല്ലെ 10 പേരാണ്. എനിക്ക് 10 കസ്റ്റമറെ വേണം. ആ തീരുമാനമാണ് ഉണ്ടാവേണ്ടത്. എന്റെ കയ്യിൽ ലിസ്റ്റിൽ ഇപ്പൊ 500 പേരുണ്ട്. ഈ 500 പേരിൽ നിന്ന് ഞാൻ 10 പേരെ കണ്ടുപിടിക്കും. ഇനി 500 പേരിൽ നിന്ന് 10 പേരെ കിട്ടിയില്ലെങ്കിൽ 501 ഒരാളെ ഞാൻ കണ്ടുപിടിക്കും. അങ്ങനെ ഒരു തീരുമാനമുള്ള ഏതൊരു വ്യക്തിയും ജീവിതത്തിൽ പരാജയപ്പെടില്ല. അത് മനസ്സിലാക്കാം. സെയിൽസ് എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് നമ്മുടെ ന്യൂട്രീഷൻ, ആയുർവേദം എന്ന് പറയുന്നത് വളരെയധികം സാറ്റിസ്ഫൈങ് ആയിട്ടുള്ള പ്രൊഫഷനാണ്. എന്തുകൊണ്ടാണെന്നറിയോ? നിങ്ങൾക്ക് ഈ ബിസിനസ്സിനകത്ത് നാളെ സന്തോഷിക്കാൻ വക വരുന്ന ഏറ്റവും വലിയ കാര്യം എന്തായിരിക്കും എന്ന് പറയട്ടെ? നിങ്ങൾ ഈ പ്രൊഡക്റ്റ് കൊടുത്തിട്ട് മറ്റൊരാൾക്ക് കിട്ടിയ റിസൾട്ടാണ്. ഞാൻ ഇന്ന് ഞങ്ങളുണ്ടാക്കിയ പൈസയോ ഞങ്ങളുടെ ടീമിൽ പല ആൾക്കാരുണ്ടാക്കിയ പൈസയെക്കാളും കൂടുതൽ
ഞങ്ങൾ ഇന്ന് സന്തോഷിക്കുന്നത്, ഞങ്ങൾ പേഴ്സണലായിട്ടും ഞങ്ങളുടെ ടീമിൽ പല ആൾക്കാരും മറ്റൊരാൾക്ക് പ്രൊഡക്റ്റ് കൊടുത്ത് റിസൾട്ട് പറയുമ്പോഴാണ്. കഴിഞ്ഞ ദിവസം തൃശ്ശൂർ വെച്ചൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അതിനകത്ത് ഒരു ലേഡി വന്നു എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, സാറേ എനിക്ക് ഏറ്റവും വലിയ സന്തോഷമുള്ളതെന്ന് വെച്ചാൽ ഇവർക്ക് ഫൈബ്രോയിഡിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു, ഈ പ്രോഡക്റ്റ് ഉപയോഗിച്ച് റിസൾട്ട് കിട്ടി. അവരുടെ ഹസ്ബൻഡിന് ലിവർ സിറോസിന്റെ തുടക്കമായിരുന്നു, ഫാറ്റി ലിവർ എന്തോ ആയിരുന്നു, നല്ല റിസൾട്ടാണ് സാറേ കിട്ടിയെന്ന് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു. ഒരു ടീം കോർഡിനേറ്റർ ആയിട്ടുള്ള പുതിയതായിട്ട് വന്ന ലേഡിയാണ്. അപ്പൊ അത് കേൾക്കുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. അതാണ് ഏറ്റവും വലിയ സാറ്റിസ്ഫാക്ഷൻ. നിങ്ങൾ 10 നേരം പോയി എന്താ പറഞ്ഞ 10 മണിക്കൂർ പോയി പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല. ഒരാൾക്ക് നന്മ ചെയ്താൽ 1000 മണിക്കൂർ പ്രാർത്ഥിക്കുന്നതിന് തുല്യമാണ് നമ്മൾ പറയാറുണ്ട്. അതാണ് ഈ ബിസിനസിന്റെ ഏറ്റവും വലിയ ഗുണം. ഇനി സെയിൽസിലോട്ട് വരാം. 3 ബേസിക് ക്വസ്റ്റ്യൻ ആണ്. നിങ്ങളൊരു പ്രൊഡക്റ്റ് അല്ലെ നിങ്ങൾ ഈ ബിസിനസ് പ്ലാൻ ഒരാളെ കാണിക്കുമ്പോൾ നിങ്ങളോട് ആൾക്കാർ ചോദിക്കുന്ന 3 ചോദ്യങ്ങളാണ്. എന്തിന് ഞാൻ ഈ പ്രൊഡക്റ്റ് മേടിക്കണം? ഇന്നലെ വരെ ഞാൻ ചവനപ്രാശം ഇല്ലാതെ ജീവിച്ചു, ഞാൻ എന്തിന് ഈ ചവനപ്രാശം മേടിക്കണം? 2, ഞാനിത് നിങ്ങളെ എന്തിനു മേടിക്കണം? കാരണം ഇത് മാർക്കറ്റ് ഇഷ്ടം പോലെ കിട്ടുമല്ലോ, ഞാൻ നിങ്ങളെ എന്തിനു മേടിക്കണം? 3, ഞാൻ ഈ പ്രൈസിൽ എന്തുകൊണ്ടും മേടിക്കണം, ഇതിന് വില കൂടുതലല്ലേ? ഈ 3 ചോദ്യമേ നിങ്ങൾ അഭിമുഖീകരിക്കാനുള്ളൂ. ഞാനിത് എന്തിനു മേടിക്കണം, അത് എനിക്കിതിന്റെ ആവശ്യമുണ്ടോ? 2, എനിക്കിതല്ലാതെ മാർക്കറ്റിൽ നിന്ന് കിട്ടുമല്ലോ, എന്താ നിങ്ങളെ നിന്ന് മേടിക്കണം? പിന്നെ ഭയങ്കര വിലയല്ലേ? 100 രൂപയുടെ സാധനം കൊടുത്താൽ പോലെ നമുക്കറിയാം തക്കാളിക്ക് ചില സമയത്ത് തക്കാളിക്ക് 5 രൂപയ്ക്ക് കിട്ടുമല്ലോ, അല്ലെ 10 രൂപയ്ക്ക് ഒരു കിലോയ്ക്ക് കിട്ടും. ചില സമയത്ത് നമുക്ക് 25, 30, 40 രൂപ വരെ തക്കാളിക്ക് വില വരാറുണ്ട് അല്ലെ. 10 രൂപയ്ക്ക് തക്കാളി മേടിക്കാൻ ചെല്ലുമ്പോൾ 10 രൂപയോ തക്കാളിക്ക് എന്ന് ചോദിക്കുന്ന ഒരു സ്ഥിരം സ്വഭാവമാണ്. അല്ലെ നമ്മൾ മീൻ മേടിക്കാൻ ചെയ്യുന്ന സമയത്ത് അതിലേക്ക് 100 രൂപയ്ക്ക് കിട്ടും, അതിലേക്ക് 200 രൂപയ്ക്ക് കിട്ടും, അല്ലെ 50 രൂപയ്ക്ക് ഒക്കെ കിട്ടുന്ന ഓരോ സമയത്ത് ഓരോ സീസണിൽ ഓരോ വിലയാണ്. അപ്പൊ അതിലേക്ക് 50 രൂപയ്ക്കാണ് മേടിക്കുന്നതെങ്കിലും നമ്മൾ ചോദിക്കുന്ന ഒരു 50 രൂപയോ എന്ന് ചോദിക്കും. അത് ഒരു ചോദ്യമാണ്, ഒരു ചോദ്യം മാത്രമാണ്. അല്ലാതെ അത് അയല മേടിക്കാതിരിക്കാനോ തക്കാളി മേടിക്കാതിരിക്കാനോ ഒരു എക്സ്ക്യൂസ് ഒന്നും അല്ല. ഏതൊരു മനുഷ്യൻ ചോദിക്കുന്ന സാധനം ഇത്രയും വില ഉണ്ടോ എന്ന് ചോദിക്കും. അത്രേ ഉള്ളൂ. ഓട്ടോറിക്ഷ കയറുമ്പോൾ നമ്മൾക്കറിയാം കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഓട്ടോറിക്ഷ ചാർജുള്ള കോട്ടയത്തായിരിക്കും എനിക്കറിയാം. കാരണം കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ എൻ്റെ വീട് വരെ 1.25 കിലോമീറ്റർ ഉള്ളൂ, 2 കിലോമീറ്റർ ഉള്ളൂ. 100 രൂപയൊക്കെ മേടിക്കും, 100 രൂപയെന്ന് ചോദിക്കും. ഞാന് മലപ്പുറത്ത് ചെന്നിട്ട് ഈ 2 കിലോമീറ്റർ യാത്ര ചെയ്താൽ 40 രൂപ മേടിക്കുള്ളൂ. അപ്പോഴും ഞാൻ ചോദിക്കും 40 രൂപയായോ എന്ന് ചോദിക്കും. അത് മനുഷ്യന്റെ സ്വഭാവമാണ്. ഈ പറഞ്ഞ എല്ലാവരും ചോദിക്കുന്ന ചോദ്യം എത്രയാണ്? അത് കേട്ട് നമ്മൾ പേടിച്ചു, അയ്യോ പ്രൊഡക്റ്റിന് ഭയങ്കര വിലയാണ്. വെറുതെ പറയാണ്. ഞാൻ നേരത്തെ ചെയ്തുകൊണ്ടിരുന്ന ഡയറക്ട് സെല്ലിങ്ങില് 21 വർഷം മുമ്പ് 450 ഗ്രാം പ്രോട്ടീൻ പൗഡർ 1400 രൂപയ്ക്ക് വിറ്റിട്ടുണ്ട്. 450 ഗ്രാം പ്രോട്ടീൻ പൗഡർ 1450 രൂപയ്ക്ക് ഒരു പവൻ സ്വർണത്തിന് 3000 രൂപ വിലയുള്ള സമയത്ത് ഞാൻ 1450 രൂപയ്ക്ക് 450 ഗ്രാം പ്രോട്ടീൻ പൗഡർ വിറ്റിട്ടുണ്ട്. അത് ഇന്നത്തെ വില സ്വർണത്തിന്റെ വിലയായിട്ട് കമ്പയർ ചെയ്ത് അന്ന് ഞാൻ 1450 രൂപയ്ക്ക് സ്വർണം മേടിച്ചിരുന്നെങ്കിൽ ഇന്ന് ആ സ്വർണത്തിന് 22,000 രൂപ വില കിട്ടിയത്. അത് ഇന്നത്തെ വിലയ്ക്ക് 450 ഗ്രാം 22,000 രൂപയ്ക്ക് ഞാൻ വിറ്റിട്ടുണ്ട്. അപ്പൊ അന്നും ആൾക്കാർ വില കൂടാന്ന് പറഞ്ഞിട്ടുണ്ട്, നമ്മൾ വിറ്റിട്ടുണ്ട്. അന്നൊരു പേസ്റ്റ് നമ്മൾ 100 രൂപയ്ക്ക് വിറ്റിട്ടുണ്ട്. 23 വർഷം മുമ്പ് 100 രൂപയ്ക്ക് 100 രൂപയ്ക്ക് ഒരു പേസ്റ്റ് വിൽക്കാനായിട്ട് അന്ന് സാധിച്ചെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് 75 രൂപയ്ക്കോ 150 രൂപയ്ക്ക് വിൽക്കാൻ സാധിക്കുന്നില്ല. നിങ്ങൾ അതിന്റെ വാല്യൂ മനസ്സിലാകത്തോണ്ട്. ഇനി ഇതിന് എന്താ ആൻസർ എന്താണ്? നമ്മുടെ പ്രോഡക്റ്റ് കോസ്റ്റ്ലി ആണോ? അവിടെ നമുക്ക് തുടങ്ങാം. നമ്മുടെ പ്രോഡക്റ്റ് കോസ്റ്റ്ലി ആണോ? ഒരിക്കലും അല്ല. കാരണം ഒരു പ്രൊഡക്റ്റിനകത്ത് ഒരു വാല്യൂ ഉണ്ട്, പ്രൈസും ഉണ്ട്. ഐഫോൺ കോസ്റ്റ്ലി ആണോ എന്ന് ചോദിച്ചാൽ മേടിക്കുമ്പോൾ കൊടുക്കുന്ന പ്രൈസ് കൂടുതലാണ്, പക്ഷെ അതിന് വാല്യൂ എന്ന് പറയുന്നത് വളരെ വളരെ കൂടുതലാണ്. കാരണം അതിന്റെ ഒന്ന് നമ്മൾ കൈ പിടിക്കുമ്പോൾ സന്തോഷം, പിന്നെ ഇതിനകത്ത് വൈറസ് കയറില്ല, അതിന്റെ ക്യാമറ, അതിനകത്തുള്ള ബെനിഫിറ്റ്സ് മൊത്തം നോക്കിയാൽ, അതിന്റെ യൂസർ എക്സ്പീരിയൻസ് ഉൾപ്പെടെ നോക്കിയാൽ ഞാൻ ആ കൊടുക്കുന്ന വിലയ്ക്ക് അത് മുതലാണ്. അപ്പൊ നമ്മൾ ഒരു പ്രോഡക്റ്റ് നമ്മൾ കൊടുക്കുന്ന പൈസ മാത്രമല്ല, അത് ഉപയോഗിക്കുമ്പോൾ കിട്ടുന്ന വിലയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മുടെ പ്രൊഡക്റ്റ് നോക്കുവാണെങ്കിൽ നമ്മുടെ പ്രൊഡക്റ്റിനകത്തുള്ള ബെനിഫിറ്റ് എന്താണ്? നമ്മുടെ പ്രൊഡക്റ്റ് എല്ലാം തന്നെ ആയുഷ് പ്രീമിയം സർട്ടിഫൈഡ് പ്രൊഡക്റ്റ് ഇഷ്ടം പോലെയുണ്ട്, ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് ആണ്. നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മളെ ഈ പ്രൊഡക്റ്റ് നമ്മൾ ചോദിക്കുക, എന്തിനാ ഞാൻ ഇത്രയും വിലയ്ക്ക് പൈസ മേടിക്കുന്നത്, പ്രൊഡക്റ്റ് മേടിക്കുന്നത് വെച്ചാൽ നമുക്ക് ആദ്യം നമ്മൾ ഇതിന്റെ വാല്യൂ മനസ്സിലാക്കി കൊടുക്കണം. ഈ പ്രൊഡക്റ്റിന്റെ വാല്യൂ മനസ്സിലാക്കി കൊടുക്കണം. നമ്മുടെ വാല്യൂ ആണ് ഏറ്റവും പ്രധാനപ്പെട്ട സാധനം. പ്രൈസ് ഈസ് വാട്ട് യു ഗീവ് ആൻഡ് വാല്യൂ ഈസ് വാട്ട് യു ഗെറ്റ്. നമ്മളൊരു ചവനപ്രാശിന് 1275, 1300 രൂപ കൊടുക്കുമ്പോൾ നിങ്ങൾ കൊടുക്കുന്ന വിലയാണ് ആ 1275 അല്ല 1300 രൂപ. പക്ഷെ അതിൽ നിങ്ങൾക്ക് കിട്ടുന്ന വാല്യൂ ആണ് ശരിക്കും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അല്ലെ? സോ നമുക്ക് കിട്ടുന്ന ഏറ്റവും നല്ല ഹെൽത്ത്, ഏറ്റവും കൂടുതൽ ഇമ്മ്യൂണിറ്റി ആണ്. സോ 40ൽ കൂടുതൽ ഇൻഗ്രീഡിയൻസ് ആണ് ഗ്രന്ഥത്തിൽ പറയുന്ന അനുസരിച്ചിട്ട് നമുക്കൊരു ചവനപ്രാശിനകത്ത് ഉണ്ടാവേണ്ടത്. മാർക്കറ്റിൽ വില കുറച്ച് കിട്ടുന്ന ചവനപ്രാശത്തിനകത്ത് 3 പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, 40 ഇൻഗ്രീഡിയൻസ് ഉണ്ടെന്ന് ആരും പറയുന്നില്ല, പക്ഷെ നമ്മളതിനകത്ത് പറയുന്നുണ്ട്. 2, ഇത് എവിടെ ഉണ്ടാക്കിയതാണെന്ന്, ഇതിന്റെ ക്വാളിറ്റി ഓഫ് മാനുഫാക്ചറിങ് ഏതാണെന്ന് ആർക്കും അറിയില്ല. പലപ്പോഴും വീടുകൾക്കകത്തിരുന്ന് അൺഹൈജീനിക് ആയിട്ടുള്ള കണ്ടീഷൻസിൽ ഉണ്ടാക്കുന്നതായിരിക്കും. അതല്ല, നമ്മുടെ പ്രോഡക്റ്റ് യൂറോപ്യൻ യൂണിയൻ
നിഷ്കർഷിച്ചിരിക്കുന്ന മാനുഫാക്ചറിങ് പ്രോസസ്സിൽ ഉണ്ടാക്കിയിരിക്കുന്നതാണ്. മൂന്നാമത്തെ കാര്യം, നമ്മുടെ പ്രൊഡക്റ്റിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസിന്റെ ക്വാളിറ്റി വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ സാധാരണ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നതിന്റെ മിനിമം 5 ടൈംസ് റിസൾട്ട് നമുക്ക് കിട്ടും. ഈ 3 കാര്യങ്ങളാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇത് മനസ്സിലാക്കാതെ ഈ പ്രൊഡക്റ്റിന്റെ കോസ്റ്റ് വില കമ്പയർ ചെയ്താൽ മാരുതിക്ക് 4 വീലേ ഉള്ളൂ, ബെൻസിനും 4 വീലേ ഉള്ളൂ. മാരുതിക്ക് 10 ലക്ഷം രൂപ അല്ലെങ്കിൽ 8 ലക്ഷം രൂപ അല്ലെങ്കിൽ 6 ലക്ഷം രൂപ, ബെൻസിന് 60 ലക്ഷം രൂപ എന്തിനാണെന്ന് ചോദിക്കുന്നതിന് തുല്യമാണ് സാധാരണ മാർക്കറ്റിൽ കിട്ടുന്ന ഒരു ചവനപ്രാശവും നമ്മുടെ കവചപ്രാശവുമായിട്ടുള്ള കമ്പാരിസൺ. നമ്മുടെ അതിനകത്ത് ക്വാളിറ്റി ഉണ്ട്, മാനുഫാക്ചറിങ് വളരെ നല്ലതാണ്, ഇൻഗ്രീഡിയൻസ് വളരെ നല്ലതാണ്, ആയുഷ് പ്രീമിയം സർട്ടിഫിക്കേഷൻ ഉണ്ട്. ആ വില, അതാണ് വാല്യൂ യു ഗെറ്റ്. നിങ്ങൾക്ക് ഏറ്റവും നല്ല സാധനമാണ്, ഗ്രന്ഥത്തിൽ പറഞ്ഞേക്കാൻ ഉണ്ടായിരിക്കുന്നതാണ്. യു ഗെറ്റ് ദ ബെസ്റ്റ് ഇമ്മ്യൂണിറ്റി ഏറ്റവും നല്ല കിട്ടും. ഇനി നമ്മളൊരു പ്രൊഡക്റ്റ് വെക്കുമ്പോൾ, ഞാൻ ഇത് പറഞ്ഞു വെച്ചിട്ട് അനുബന്ധിച്ച് പറയുകയാണെങ്കിൽ, ഒരു പ്രൊഡക്റ്റിന് 3 കാര്യങ്ങളുണ്ട്. ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ്സിന് അല്ലെങ്കിൽ എന്ത് കാര്യത്തിനും നിങ്ങൾ ഒരു കാര്യം വിൽക്കാൻ പോകുമ്പോൾ 3 കാര്യങ്ങളുണ്ട്. FAB എന്ന് പറയും. FAB എന്ന് പറഞ്ഞാൽ F എന്ന് പറഞ്ഞാൽ ഫീച്ചർ. ഒരു പ്രൊഡക്റ്റിന്റെ ഫീച്ചർ, അതിന്റെ അഡ്വാൻറ്റേജ്, അതിന്റെ ബെനിഫിറ്റ്. ഇത് ആക്ച്വലി നമുക്ക് ശരിക്കും പറഞ്ഞാൽ 1-to-1 സെഷൻ അല്ലെങ്കിൽ ഓൺലൈൻ സെഷനേക്കാൾ ഓഫ്ലൈൻ സെഷനിലാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കൂടുതൽ സാധിക്കുക. പക്ഷെ ഞാൻ എപ്പോഴും പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുക. നിങ്ങൾക്ക് ഒരു പ്രൊഡക്റ്റിന് 3 കാര്യങ്ങളുണ്ട്. ഒരു പ്രൊഡക്റ്റിന്റെ ഫീച്ചർ, അതിന്റെ പ്രത്യേകതകൾ, അതിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ അതിന്റെ ആ ഫീച്ചർ കൊണ്ടുള്ള അഡ്വാൻറ്റേജ്, അതിന്റെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഉപയോഗിക്കുമ്പോൾ കിട്ടുന്ന റിസൾട്ട്. ഞാൻ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഫീച്ചർ എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഫാക്ട് ആൻഡ് ഫിഗേഴ്സ് ആണ്. ഇപ്പൊ ചവനപ്രാശിനകത്ത് 40 ഇൻഗ്രീഡിയൻസ് ഉണ്ട്, അതിന്റെ ഫീച്ചറാണ്. അതിന്റെ അഡ്വാൻറ്റേജ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഫീച്ചർ എന്ത് ചെയ്യും. അതിനകത്ത് നല്ല നെല്ലിക്ക ഉണ്ട്, ആ നെല്ലിക്ക എന്താണ് ചെയ്യുന്നത്. അതിന്റെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ ആ നെല്ലിക്ക ഉള്ള സാധനം ഞാൻ ഉപയോഗിച്ചാൽ എന്റെ ശരീരത്തിന് കിട്ടുന്ന ബെനിഫിറ്റ്, ഒരു പ്രത്യേക പ്രയോജനം. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇത് കുടയാണ്. ഈ കുടയ്ക്കകത്ത് നല്ല അൺബ്രേക്കബിൾ ആയിട്ട് ഡിസൈൻ ഉണ്ട്. അതുപോലെ തന്നെ വാട്ടർ പ്രൂഫ് മെറ്റീരിയലാണ് അതിന്റെ ശീല, അതിന്റെ തടി കൊണ്ടുള്ള ഹാൻഡിലാണ്, അത് അതിന്റെ ഫീച്ചറാണ്. അതിന്റെ ബെനിഫിറ്റ് എന്താണ്? ഈ വാട്ടർ പ്രൂഫ് മെറ്റീരിയലും നല്ല മെറ്റീരിയൽ ആയതുകൊണ്ട് അതിനെ സൺറൈസിനെ പ്രൊട്ടക്ട് ചെയ്യും, അതതിന്റെ ബെനിഫിറ്റ് ആണ്. അതുപോലെ നല്ല ഹാൻഡിൽ ഉള്ളതുകൊണ്ട് നമുക്ക് പിടിക്കാൻ പറ്റും. വലിയ കുഴ ശീല ആയതുകൊണ്ട് ഒത്തിരി ഒരാൾക്ക് മഴ നനയാൻ സുഖമായിട്ട് നടക്കാൻ പറ്റും, അല്ലെ? അതിന്റെ അഡ്വാൻറ്റേജ് എന്താണ്? എനിക്ക് നല്ല പ്രൊട്ടക്ഷൻ കിട്ടും, എനിക്ക് മഴ നനയാതിരിക്കാൻ പറ്റും, എനിക്ക് നല്ല ഭംഗി ഉണ്ടാവും. സോ 3 കാര്യങ്ങളാണ് ഏത് പ്രൊഡക്റ്റിനുള്ളത്. നമ്മുടെ ചവനപ്രാശം എടുക്കുകയാണെങ്കിൽ അതിന്റെ ഫീച്ചർ എന്താണ്? ഹൈ ക്വാളിറ്റി പ്രൊഡക്റ്റ് ആണ്, ആയുഷ് പ്രീമിയം ആണ്, ഹൈ എഫിക്കസി ആണ്, അതിനകത്ത് 40-ൽ കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഉണ്ട്. അതൊക്കെയാണ് അതിന്റെ ഫീച്ചർ എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും നല്ല സാധനങ്ങളെല്ലാം ഇതിനകത്തുണ്ട്. അതിന്റെ അഡ്വാൻറ്റേജോ, അതിന് നല്ല ക്വാളിറ്റിയാണ്, യൂറോപ്യൻ യൂണിയൻ സ്റ്റാൻഡേർഡിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതിനകത്ത് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള കസ്റ്റമേഴ്സ് ഉണ്ട്, നമുക്ക് ശരിക്കും പറഞ്ഞാൽ എളുപ്പത്തിൽ ഉപയോഗിക്കാൻ സാധിക്കും. അതിന്റെ ബെനിഫിറ്റോ, ഇതൊരു ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ ആണ്. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഇന്നത്തെ കാലം, ഈ മഴക്കാലത്ത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റ് ആണ്. നിങ്ങൾ ശരിക്കും നിങ്ങളുടെ ശരീരത്തിന്റെ രോഗങ്ങളെ പ്രതിരോധിക്കാനുള്ള ശക്തി നിങ്ങൾക്ക് കൂട്ടും. ഒരു പ്രൊഡക്റ്റ് ഒരാൾ മേടിക്കുമ്പോൾ ഫീച്ചറിനും അഡ്വാൻറ്റേജിനും അല്ല പ്രസക്തി, ബെനിഫിറ്റിനാണ് പ്രസക്തി. ഞാനൊരു കാർ മേടിക്കാൻ പോയാൽ, ഞാനൊരു ഡ്രസ്സ് മേടിക്കാൻ പോയാൽ, ഡ്രസ്സ് മേടിച്ചാൽ ആ ഡ്രസ്സ് ഉണ്ടാക്കിയിരിക്കുന്ന അമേരിക്കൻ ജോർജറ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും മെറ്റീരിയൽ ഉണ്ടാവും, അല്ലെ? എന്തെങ്കിലും കോട്ടൺ അല്ലെങ്കിൽ ലിനൻ, ഇതൊക്കെ ആയിരിക്കും. ആ ഷർട്ടിനകത്ത് അതതിന്റെ ഫീച്ചറാണ്. അതിന്റെ അഡ്വാൻറ്റേജ് എന്താ? ലിനൻ ആണെങ്കിൽ നല്ല ഇടാൻ ചൂട് കാലത്ത് തണുപ്പ് കാലത്ത് ഒരുപോലെ ബെനിഫിറ്റ് ആണ്, കോട്ടൺ ആണെങ്കിലും അത് തന്നെയാണ്. അതിന്റെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ എനിക്ക് നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ഉപയോഗിക്കാം, നല്ലൊരു സമൂഹത്തിൽ എത്തി നടക്കുമ്പോഴത്തേക്കും നല്ലൊരു ഇതുണ്ട്. അതിനേക്കാൾ ഉപരി എന്റെ ശരീരത്തിന് ദോഷകരമല്ല. ഏത് പ്രോഡക്റ്റിന് 3 കാര്യങ്ങളുണ്ട്. നമ്മുടെ പ്രശ്നം, നമുക്കറിയില്ല ഇതിന്റെ ബെനിഫിറ്റ് ആണ് വിൽക്കുന്നത്. അതായത് ഒരാൾ ഈ പ്രൊഡക്റ്റ് നിങ്ങളോട് മേടിക്കണമെങ്കിൽ അയാൾക്ക് അതിന്റെ ബെനിഫിറ്റ് മനസ്സിലാകണം. അതിന് നിങ്ങൾ ആദ്യം പഠിക്കണം. ഇതിനകത്ത് നിങ്ങൾ അതുണ്ട് ഇതുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇതിനകത്ത് ശരിക്കും പറഞ്ഞാൽ എന്താ പറഞ്ഞ അശ്വഗന്ധ ഉണ്ടെന്നോ അല്ലെങ്കിൽ അമുക്കുരം ഉണ്ടെന്നോ ഒന്നും പറഞ്ഞിട്ട് ഒരു പ്രൊഡക്റ്റിനകത്ത് ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് എനിക്ക് എന്താണ് ബെനിഫിറ്റ് എന്ന് നോക്കിയിട്ടാണ് ഞാൻ മേടിക്കുന്നത്. അപ്പൊ എന്റെ ബെനിഫിറ്റ്, അത് മേടിക്കുന്ന ഒരാളുടെ ബെനിഫിറ്റ് എന്താണെന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റണം. സോ മേക്ക് ദ കസ്റ്റമർ അണ്ടർസ്റ്റാൻഡ് ദ ബെനിഫിറ്റ്. സോ നമ്മുടെ മനസ്സിൽ ഈ സാധനം നല്ലതെന്നുണ്ടെങ്കിലും വാങ്ങിക്കുന്നവന്റെ മനസ്സിൽ ഇത് നല്ലതാണെന്ന് മനസ്സിലാക്കി കൊടുക്കണമെങ്കിൽ അവൻ ഇതുകൊണ്ട് എന്ത് ബെനിഫിറ്റ് കിട്ടും. ഉദാഹരണത്തിന് നിങ്ങൾ മുട്ടുവേദന ഉള്ള ഒരാളെ കാണാൻ പോവാണ്, നമ്മുടെ അടുത്ത് നോവേദന ക്യാപ്സ്യൂൾ ഉണ്ട്, അതിനകത്ത് നമുക്ക് ശല്ലകി ഉണ്ട്, അതുണ്ട് ഇതുണ്ട് എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട്. അപ്പൊ ഈ ശല്ലകളി, അരിദ്ര എന്നൊക്കെ പറഞ്ഞ സാധനങ്ങളുണ്ട്, അത് അതിന്റെ ഫീച്ചറാണ്. അതിന്റെ ആ ഫീച്ചറിന്റെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ അത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആയുർവേദത്തിൽ പറഞ്ഞിരിക്കുന്നതാണ്. അത് നമ്മുടെ ശരീരത്തിന് ദോഷകരമല്ല, ഇത് മാനുഫാക്ചർ ചെയ്യുന്ന നല്ല രീതിയിലാണ്, ഇത് പെട്ടെന്ന് ഡിസോൾവ് ചെയ്യും, ഇത് പ്രയോജനപ്പെടും. അതിന്റെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഹാർംഫുൾ ആയിട്ടുള്ള, അതായത് ദോഷകരമായിട്ടുള്ള പെയിൻ കില്ലേഴ്സ് കഴിക്കാതെ നിങ്ങൾക്ക് എന്നേക്കുമായി റിസൾട്ട് കിട്ടുന്ന രീതിയിൽ നിങ്ങളുടെ മുട്ടുവേദന പൂർണ്ണമായിട്ട് മാറ്റാൻ സാധിക്കും. അതും പൂർണ്ണമായും ഓർഗാനിക് ആയിട്ടും അല്ലെങ്കിൽ നാച്ചുറൽ ആയിട്ടുള്ള രീതിയിൽ. അതാണ് ബെനിഫിറ്റ്. അതായത് ഇവിടെ ഉണ്ടായ ദോഷകരമായ എന്താ പറഞ്ഞ മെഡിസിൻസ് കഴിക്കേണ്ട,
മെഡിസിൻസ് എന്ന് പറഞ്ഞാൽ കൂടുതലും പെയിൻ കില്ലേഴ്സ് ആണ്. അതിന് ശാശ്വതമായ പരിഹാരമല്ല. ഇവിടെ ശാശ്വതമായ പരിഹാരമുണ്ട്. ആയുർവേദമാണ്, സേഫ് ആണ്, അതുപോലെ ആയുഷ് പ്രീമിയം സർട്ടിഫിക്കേഷൻ ഉണ്ട്. ആ സാധനം പറഞ്ഞു കൊടുത്താൽ ഇതിന്റെ വില ആരും നോക്കാറില്ല. പക്ഷെ നമ്മുടെ പ്രശ്നം, നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മുട്ടുവേദനയ്ക്ക് കിട്ടിയ ബെനിഫിറ്റും യൂട്യൂബിനകത്ത് വന്ന കുറെ ഫോട്ടോസും അല്ലെ ഇന്റർനെറ്റിൽ വന്ന കുറെ ഫോട്ടോസും മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. അത് ഒരു പ്രൂഫ് മാത്രമാണ്. നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ, ഇത് ഉപയോഗിക്കുന്ന ആൾക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സ് നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യണം. സോ നമുക്ക് ഇഷ്ടംപോലെ പ്രൊഡക്റ്റ് വിൽക്കാനുണ്ട്. കമ്പനി ഇനിയും പ്രൊഡക്റ്റ് ഇറക്കുവാണ്. ഞാൻ പറയുന്ന കമ്പനി ഇനി പ്രൊഡക്റ്റ് ഇറക്കരുത് എന്നാണ് ഞാൻ പറയുന്നത്. വെറുതെ തന്നെ ഉള്ള പ്രൊഡക്റ്റ് വിറ്റാൽ തന്നെ നമുക്ക് ഇവിടെ ഡയമണ്ട് ആകാനുള്ള സാധനമുണ്ട്. ഇനി പ്രൊഡക്റ്റ് ഇറക്കാതെ അത് നോക്കിക്കൊണ്ടിരിക്കുക ആൾക്കാർ. 4 പ്രൊഡക്റ്റ് ഇനിയും വരുന്നത്, 4-5 പ്രൊഡക്റ്റ് വരുന്നത്. ഞാൻ എന്താന്ന് പോലും തിരക്കിയിട്ടില്ല. കാരണം ഇപ്പൊ ഉള്ള ഈ മാൻശക്തിമാൻ വിറ്റാലോ, ബ്ലഡ് പ്യൂരിഫയർ വിറ്റാലോ, ചാമ്പ്യൻ വിറ്റാലോ, വേണ്ട ഈ കവചപ്രാശം ഊൺ കമ്പാനി മാത്രം വിറ്റാലും നിങ്ങൾക്ക് ഇതിനകത്ത് ഡയമണ്ട് ആകാം. ഇനിയൊരു 4 പ്രൊഡക്റ്റ് കൂടെ വന്നിട്ട് വിൽക്കാനും നടക്കണ്ട. പ്രൊഡക്റ്റിന്റെ എണ്ണം കൂടിയാൽ വിൽപ്പന കൂടുമെന്ന് തോന്നുന്നത് വെറുതെയാണ്. കാരണം ഞാൻ ഈ ബിസിനസ് വന്ന സമയത്ത് ഈ കമ്പനിക്ക് 36 പ്രൊഡക്റ്റ് ഉണ്ടായിരുന്നുള്ളൂ. അന്ന് ഒരാൾ വിറ്റോണ്ടിരുന്നു 5000 10,000 ആണ്. ഇന്ന് കമ്പനിക്ക് 118 പ്രൊഡക്റ്റ് ഉണ്ട്. ഇപ്പൊ വിൽക്കുന്നത് 5000. ഇന്നത് കുറഞ്ഞിട്ടേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് വിൽപ്പന പ്രൊഡക്റ്റിന്റെ എണ്ണമായിട്ട് യാതൊരു ബന്ധവുമില്ല. മനുഷ്യന്റെ ആഗ്രഹമായിട്ടാണ് ബന്ധം. അത് ഈ പ്രൊഡക്റ്റ് നമ്മൾ വിൽക്കാൻ പഠിക്കണം. ഈ കാലഘട്ടം മൺസൂണിന്റെ കാലഘട്ടമാണ് അല്ലെ. മൺസൂൺ കാലഘട്ടത്തിൽ ഞാൻ ഇന്നലെയും പറഞ്ഞാണ്, ഈ കാറുകൾക്ക് പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞിട്ട് എന്റെ വാട്സാപ്പിൽ ഇഷ്ടംപോലെ വരുന്നുണ്ട്, നിങ്ങളുടെയും വരുന്നുണ്ടാവും. നമുക്ക് എന്തുകൊണ്ട് 5 എലമെന്റ്സ് ആൻഡ് ഓൺ പ്രോഡക്റ്റ് ആൾക്കാർക്ക് റെക്കമെൻഡ് ചെയ്തുകൂടാ? ആദ്യം നമ്മൾ ഉപയോഗിക്കണം. കവചപ്രാസ്, കോഫ്നിൽ, ഇമ്മ്യൂണോ പ്ലസ്, ബ്ലഡ് പ്യൂരിഫയർ, പ്രോട്ടീൻ 95, സ്പൈറുലിന, പ്രോബയോട്ടിക്, ചാമ്പ്യൻ, മഹാപ്രഗ്രാജ്, പേസ്റ്റ്, സോപ്പ്, ഇതെല്ലാം മനുഷ്യന് ആവശ്യമുള്ളതല്ലേ. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യത്തിലേ ഉള്ളൂ, പ്രൊഡക്റ്റിന്റെ ബെനിഫിറ്റ്സ് എന്താണെന്നുള്ളത് കൂടുതൽ പഠിക്കുക. അതായത് ഈ പ്രൊഡക്റ്റിനകത്ത് എന്തൊക്കെയാണുള്ളതെന്ന് പഠിക്കുക, അതിന്റെ ഗുണം എന്താണെന്ന് പഠിക്കുക. അപ്പൊ ഒരു ഉദാഹരണത്തിന് ഞാൻ പ്രൊഡക്റ്റിനകത്ത് പറയണ, ഇതിനകത്ത് അശ്വഗന്ധയുണ്ട് നമ്മുടെ വൈറ്റ് സ്ട്രെസ്സിനകത്ത്. ആ അശ്വഗന്ധ എന്താണ്? ഏറ്റവും നല്ല ഒരു എന്താ പറയുക, നമ്മുടെ ബോഡി ട്രാങ്കുലൈസർ ആണ്. നമ്മുടെ ബോഡിക്ക് നല്ല രീതിയിൽ നമ്മുടെ ബോഡിയെ ഒരേ രീതിയിൽ ചിന്തിപ്പിക്കാൻ, ഒരേ രീതിയിൽ പ്രവർത്തിക്കാനുള്ള ഒരു ജിൻസങ് രീതിയിലുള്ള സാധനമാണ്. ഇന്ത്യൻ ജിൻസങ് എന്നാണ് പറയുന്നത്. അതിന്റെ ബെനിഫിറ്റ്, അത് ഉപയോഗിക്കുമ്പോഴുള്ള ബെനിഫിറ്റ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട. നമ്മുടെ ശരീരത്തിന് ദോഷകരമല്ലാത്ത പ്രൊഡക്റ്റാണ് നമ്മുടെ അടുത്തുള്ളത്. ദോഷകരമല്ലാത്ത രീതിയിൽ ശരീരത്തിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും. അതിന് ഏറ്റവും നല്ല മാർഗം, മിനിമം ഒരു 5 പ്രൊഡക്റ്റ് നിങ്ങൾ ഉപയോഗിക്കുക. പ്രൊഡക്റ്റ് ഉപയോഗിക്കാതെ വിൽക്കാൻ പോയാൽ നിങ്ങൾക്ക് ആ പഞ്ച് കിട്ടത്തില്ല. പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്ന നിങ്ങൾ അശ്വഗന്ധ ഏതാണെങ്കിലും, ഫൈറ്റ് സ്ട്രെസ് ആണെങ്കിലും, നിങ്ങൾക്ക് ഡയബലൈഫ് വിൽക്കണമെങ്കിലോ, വുമൺ കമ്പാനി വിൽക്കണമെങ്കിലോ, മാൻശക്തിമാൻ വിൽക്കണമെങ്കിലോ അത് ഉപയോഗിക്കണം നിർബന്ധമില്ല. ഏതെങ്കിലും പ്രൊഡക്റ്റ് 10 ദിവസം ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ആ കോൺഫിഡൻസ് ഉണ്ടല്ലോ, ഈ പ്രൊഡക്റ്റുകളുടെ ഏറ്റവും വലിയ ബെനിഫിറ്റ് വേറൊന്ന് പറയാം. സാധാരണ മാർക്കറ്റിൽ കിട്ടുന്ന പ്രൊഡക്റ്റുകളുടെ കമ്പാരിസൺ, ഒന്ന്, ഈ പ്രൊഡക്റ്റുകൾക്ക് വളരെ ഹൈ ക്വാളിറ്റി ഉണ്ട്. ഇതിന്റെ മാനുഫാക്ചറിങ് അത്ര സ്ട്രോങ് ആണ്. അതുപോലെ തന്നെ ഈ പ്രോഡക്റ്റ് പെട്ടെന്ന് റിസൾട്ട് തരുന്നതാണ്. ആയുർവേദത്തിൽ സാധാരണഗതി കിട്ടുന്നതിനേക്കാളും പെട്ടെന്ന് റിസൾട്ട് തരും. കാരണം പെട്ടെന്ന് ശരീരത്തിലോട്ട് വലിച്ചെടുക്കാവുന്ന രീതിയിലാണ് ഈ പ്രോഡക്റ്റിനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതുപോലെ ഇതിന്റെ കോമ്പിനേഷൻ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്നലെ തന്നെ പറഞ്ഞ പ്രോബയോട്ടിക്കിനകത്ത് പ്രീബയോട്ടിക്കും അതിനകത്തുണ്ട്. അതായത് ഈ ബാക്ടീരിയകൾക്ക് ഭക്ഷണമാകുന്ന ബാക്ടീരിയകൾ അതിനകത്തുണ്ട്. പെട്ടെന്ന് ഇതിനെ പെറ്റുകൊടുക്കും. അതുപോലെ ഒരു പ്രോഡക്റ്റ് പല മൾട്ടിപ്പിൾ യൂസ് ആണ്. വുമൺ കമ്പാനിയോ ബ്ലഡ് പ്യൂരിഫയറോ അല്ലെങ്കിൽ അതുപോലത്തെ സാധനം കഴിച്ചാൽ പല റിസൾട്ടുകളാണ് ഉണ്ടാകുന്നത്. അതിന്റെ ബെനിഫിറ്റ് ആണ്. 4 കാര്യങ്ങൾക്ക് ഒരുമിച്ചാണ് റിസൾട്ട് ഉണ്ടാവുക. ഇമ്മ്യൂണോ പ്ലസ് കഴിച്ചാൽ കണ്ണിന് കാഴ്ച കൂടും, നിങ്ങളുടെ ശരീരം ബൗൾ മൂവ്മെന്റ് ശരിയാവും, നിങ്ങളുടെ ഡൈജഷൻ കുറച്ചുകൂടെ ബെറ്റർ ആവും, അതുപോലെ തന്നെ നിങ്ങൾക്ക് ബോഡിയുടെ ഇമ്മ്യൂണിറ്റി ഉണ്ടാവും. അതാണ് ഇതിന്റെ പ്രത്യേകത. ഒരു പ്രോഡക്റ്റിന് പല ബെനിഫിറ്റ്സ് കിട്ടും. അപ്പൊ ഇതൊക്കെ ഇതിന്റെ ബെനിഫിറ്റ് ആണ്. ഇത് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് ഈ സാധനം വിൽക്കാൻ പറ്റും. പിന്നെ സാധനം വിൽക്കാനായിട്ടുള്ള ഒരു തോന്നൽ നമുക്കുണ്ടാകണം. ഇത്രയേ ഉള്ളൂ നിങ്ങളുടെ കർത്തവ്യം. 5000 രൂപയുടെ പ്രോഡക്റ്റ് ഒരു മാസം വീട്ടിൽ ഉപയോഗിക്കാം മിനിമം. 10,000 മുതൽ 15,000 സാധനം ഒരു മാസം വിൽക്കുക. സിമ്പിൾ ആയിട്ട് ആർക്കും ചെയ്യാവുന്ന കാര്യമാണ്. അത് ചെയ്യുന്ന ഒരു 10 പേരെ ക്രിയേറ്റ് ചെയ്താൽ നിങ്ങളുടെ വരുമാനം മിനിമം 15,000 രൂപ ഒരാഴ്ചയിൽ ഉണ്ടാവും. അത്രേ ഉള്ളൂ ബിസിനസ്. അത് നമ്മൾ ചെയ്യണം. അതിന് എന്ത് ചെയ്യണം? ആദ്യം ഒരു തീരുമാനം എടുക്കണം. ഞാൻ പ്രൊഡക്റ്റ് വിൽക്കാൻ പോവുകയാണ്. ഈ മാസം ഞാൻ എന്തൊക്കെ പറഞ്ഞാലും ഒരു 20,000 രൂപ അല്ലെ 15,000 സാധനം വിൽക്കും. അതിന് അഭിമാനത്തോടെ വിൽക്കണം. അല്ലാതെ ഇത് എന്തോ കുറഞ്ഞ പരിപാടി ഞാൻ തോന്നരുത്. സെയിൽസ് എന്ന് പറഞ്ഞ വളരെ പ്രൗഡ് ആയിട്ടുള്ള ഒരു ബിസിനസ് ആണ്. നിങ്ങൾ നോക്കുക, ബെൻസിന്റെ കാർ വിൽക്കാൻ വരുന്ന ആളൊക്കെ വരുന്ന വരവ് കണ്ടു കഴിഞ്ഞാല് ബെൻസ് ഉണ്ടാക്കിയവനേക്കാൾ സ്റ്റൈലിലാണ് വരുന്നത്. ആ ലെവലിലാണ് ഈ സാധനം വിൽക്കാൻ വരുന്നത്. നമ്മളിവിടെ പാവങ്ങള്, അയ്യോ ഇത് നമ്മളിത് വിറ്റ് കഴിഞ്ഞാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടാകുമോ, ഞാൻ ഇത് വിറ്റിട്ട് വേണ്ട ജീവിക്കാൻ അവര് തോന്നും, ഇങ്ങനെയൊക്കെ തോന്നും. ചില ആൾക്കാർക്ക് അഭിമാനം, എന്റെ കുടുംബത്തിന് എന്തോ തോന്നലുണ്ട്. നിങ്ങളുടെ കുടുംബത്തിന് ഒരു ദോഷം ഉണ്ടായാലും നിങ്ങൾ സാധനം വിറ്റാൽ. എന്റെ കുടുംബത്തിൽ ആ പ്രശ്നം ഉണ്ടായിരുന്നു. എന്റെ ഒരു അമ്മാവനുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു, നീ ഇതൊക്കെ ചെയ്യുന്നത് ശരിക്കും നമ്മുടെ കുടുംബത്തിന്റെ പേരിനെ ബാധിക്കും. ഞാൻ എങ്ങനെയാ ബാധിക്കുന്നതെന്ന് പറയാമോ എന്ന് ചോദിച്ചു. അതൊന്നും ആൻസർ ഇല്ല. കുടുംബത്തിന്റെ പേരിനെ ബാധിക്കാൻ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു സാധനം, എന്റെ കുടുംബത്തിന് ഇന്ന് വരെ ഞാനും എന്റെ ബ്രദറും ആക്റ്റീവായിട്ട് ഈ സാധനം ബിസിനസ് ചെയ്യുന്നുണ്ട്, വിൽക്കുന്നുണ്ട്. ഞങ്ങളുടെ കുടുംബത്തിന്റെ പേരും വരുമേ ഞങ്ങൾ ഉയർത്തിയിട്ടല്ലാതെ
ഞങ്ങളുടെ കുടുംബത്തിൽ ചില ആൾക്കാരുണ്ട്, അവര് കള്ളു കുടിച്ചും പല സ്ഥലത്തും നമ്മുടെ കുടുംബത്തിനകത്ത് നമ്മളെ ബന്ധത്തിലുള്ളവർ അവരുണ്ടാക്കിയ ദോഷമൊന്നും ഞങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല. അഭിമാനത്തോടെ ആൾക്കാർ ഞങ്ങളെ കുറിച്ച് പറയുന്നത് അവരുടെ ജീവിതത്തിൽ അങ്ങനെയാണ് എന്ന് പറയാൻ. ഇന്നും നമ്മുടെ ഫാമിലിയിൽ എന്തെങ്കിലും നടക്കണം, എന്നാൽ എക്സ്റ്റെൻഡഡ് ഫാമിലിയിൽ, വലിയ ഫാമിലി, 100ഓളം കൂടുതൽ ഫാമിലീസ് ഉള്ള വലിയ കുടുംബമുണ്ട് ഞങ്ങൾക്ക്. അതിനകത്ത് എന്തെങ്കിലും നടക്കണമെങ്കിൽ ആദ്യത്തെ ഫോൺ കോൾ വരുന്നത് എനിക്കായിരിക്കും. കാരണം നമ്മൾ ഇതിനകത്ത് ചെയ്യുന്നതിനകത്ത് പ്രൈഡ് നമുക്കുള്ളത് കൊണ്ട് അവർ നമ്മളെ അംഗീകരിക്കുന്നുണ്ട്. നമ്മുടെ പൈസ ഉള്ളതുകൊണ്ട് മാത്രമല്ല, നമ്മൾ ചെയ്യുന്നതിൽ നമുക്ക് പ്രൈഡ് ഉണ്ടാവണം. നമ്മൾ അഭിമാനത്തോടെ ഈ സാധനം മറ്റൊരാൾക്ക് കൊടുക്കണം. കാരണം അവിടെയാണ് നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റ് വിൽക്കുക. അഭിമാനത്തോടെ വിറ്റാലേ നിങ്ങൾക്ക് ഈ സാധനത്തിന് പെട്ടെന്ന് കസ്റ്റമേഴ്സിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. 20 പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സിന്റെ ലിസ്റ്റ് ഉണ്ടാക്കണം. ഒരു ലിസ്റ്റ് ഉണ്ടാക്കി ഇന്ന് തന്നെ ഈ മീറ്റിംഗ് കഴിഞ്ഞാൽ അടുത്ത 10 മിനിറ്റ് കൊണ്ട് ഇത് സാധനം മേടിക്കാൻ സാധ്യതയുള്ള 20 പേര്. സാധ്യതയുള്ളതെന്ന് പറയുമ്പോൾ നമുക്ക് സാധ്യതയുള്ള 20 പേരെ നോക്കുമ്പോൾ എന്റെ വീടിന് മുമ്പിൽ വളരെ റിച്ച് ആയിട്ടുള്ള ഫാമിലി ഉണ്ട്. അവർക്ക് ഈ പ്രോഡക്റ്റ് കൊടുത്തിട്ട് അവർ മേടിച്ചില്ല, പക്ഷെ അവരുടെ ഡ്രൈവർ മേടിച്ചു. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, ആരാ മേടിക്കുന്നത് നമുക്ക് അറിയില്ല, പ്രൊഡക്റ്റ് മേടിക്കുന്ന ആരാ നമുക്ക് അറിയില്ല. ലിസ്റ്റ് ഉണ്ടാക്കുക, നല്ലപോലെ പ്രിപ്പയർ ചെയ്യുക. ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് നിങ്ങൾ ആകെ 5 പ്രോഡക്റ്റ് എടുക്കുക, അതിനെക്കുറിച്ച് നന്നായിട്ട് മനസ്സിലാക്കുക. നിങ്ങളുടെ അപ്ലൈ ചെയ്യുന്ന എല്ലാ ആൾക്കാരും നിങ്ങളെ സഹായിക്കാണ്ട് അവരോട് ചോദിച്ച് മനസ്സിലാക്കുക. അതിനു മുമ്പ് മിനിമം ഒരു 5 വെൽനസ് പ്രോഡക്റ്റ് നിങ്ങൾ ഉപയോഗിക്കണം. 5 വെൽനസ് പ്രോഡക്റ്റ് എങ്കിലും സ്ഥിരമായിട്ട് ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് 10 പ്രോഡക്റ്റ് 100 പ്രോഡക്റ്റ് വിൽക്കാനുള്ള കോൺഫിഡൻസ് വരും. നിങ്ങളുടെ കുട്ടികൾ ഉപയോഗിക്കണം. ഇപ്പൊ എന്റെ മോക്ക് ഇന്നലെ സ്കൂളിൽ നിന്ന് വന്ന സമയത്ത് ചെറിയ ഒരു തലവേദന പോലെ വന്നു. നമ്മൾ എല്ലാ ദിവസവും കോച്ചപ്രാശം കഴിക്കുന്നുണ്ട്. ആവി പിടിച്ചു, കഫ്നിൽ കഴിച്ചു, ബിലോ 37 കഴിച്ചു. വൈകുന്നേരം 5 മണിക്ക് വന്ന കുട്ടി 8 മണിയായപ്പോൾ ഓക്കെ. ഞാൻ പറഞ്ഞ് നമ്മുടെ കുട്ടികൾക്ക് ഉൾപ്പെടെ നമ്മൾ ധൈര്യത്തോടെ കൊടുക്കാൻ പറ്റുന്ന പ്രൊഡക്റ്റാണ് നമ്മൾ പ്രൊഡക്റ്റ് ഉപയോഗിക്കുക. ദെൻ കസ്റ്റമറെ മീറ്റ് ചെയ്യുക. ആദ്യം നിങ്ങൾ കസ്റ്റമറെ കാണാൻ പോകുമ്പോൾ അപ്ലൈനെ കൂട്ടുക, പിന്നീട് നിങ്ങൾ പഠിച്ചെടുക്കുക, തന്നെ ചെയ്യുക, കസ്റ്റമറെ മീറ്റ് ചെയ്യുക, പ്രോഡക്റ്റിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുക. ആൻഡ് പ്രോഡക്റ്റിന് ഉപയോഗിക്കാൻ കൺവിക്ഷനോടുകൂടി, അതായത് നിങ്ങൾ നല്ല ഉറച്ച ആത്മവിശ്വാസത്തോടുകൂടി ഒരാളോട് പറയാം, ധൈര്യമായിട്ട് ഉപയോഗിച്ചു, ഞാനത് ഉപയോഗിക്കുന്നതാണ് എന്റെ വീട്ടിൽ. അത് പറയാൻ പറ്റണം. നിങ്ങൾ ഉപയോഗിക്കാതെ വെറുതെ നിങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല, അതുപോലെ പറയാൻ നിങ്ങൾ കസ്റ്റമേഴ്സിനെ ക്രിയേറ്റ് ചെയ്യും. സോ ഫൈൻ 5 to 10 കസ്റ്റമർ. നിങ്ങൾ ശരിക്കും നിങ്ങൾ ഉപയോഗിച്ചിട്ട് എക്സ്പീരിയൻസ് പറയുക, റെക്കമെൻഡ് ദ പ്രോഡക്ട്സ്. അതിൽ നിങ്ങൾ പ്രൊഡക്റ്റ് വിൽക്കരുത്, റെക്കമെൻഡ് ചെയ്യുക, ലിസ്റ്റ് ഓഫ് കസ്റ്റമേഴ്സ് ഉണ്ടാക്കുക, വെൽനസ് മീറ്റിംഗ് നിങ്ങളുടെ വീടുകളിൽ നടത്തുക. ഈ മഴക്കാലത്ത് ഏറ്റവും നല്ല കാര്യം എന്ന് വെച്ചാൽ ഇഷ്ടംപോലെ പ്രൊഡക്റ്റ് വിൽക്കാൻ പറ്റുന്ന സമയമാണ്. ഒരാളുടെ വീട്ടിൽ ചെന്നാൽ നിങ്ങൾക്ക് ഒരാളെ കാണാൻ പറ്റും. നിങ്ങളുടെ വീട്ടിലോട്ട് വിളിക്കാൻ പറ്റുന്ന ആൾക്കാരെ വിളിച്ചൊരു കട്ടൻ കാപ്പി ഒരു വെൽനസ് മീറ്റിംഗ് കൂടെ നടത്തുക. അത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. നമ്മുടെ ടാർഗറ്റ് എന്താ വെച്ചാൽ 3000 രൂപയുടെ സെൽഫ് യൂസേജ്. നിങ്ങൾ 5000 ഞാൻ പറഞ്ഞാലും മിനിമം 3000 രൂപയുടെയെങ്കിലും സാധനം നിങ്ങളുടെ വീട്ടിൽ ഉപയോഗിക്കുക. 10,000 മുതൽ 15,000 രൂപയുടെ സെയിൽസ് സ്വന്തമായിട്ട് ചെയ്യുക. ആൻഡ് ചില ആൾക്കാർക്ക് 25,000 ചെയ്യാം, അവർ വിറ്റോട്ടെ. നിങ്ങൾ എന്ത് ചെയ്യുക, 10,000 രൂപയുടെ സെയിൽ ചെയ്താൽ പോലും 3,500 രൂപയുടെ വരുമാനം നിങ്ങൾക്ക് ഉണ്ടാക്കാം. നിങ്ങളുടെ വീട്ടിലോട്ട് ഫ്രീ ആയിട്ട് പ്രൊഡക്റ്റ് ഉപയോഗിക്കാം. ഫ്രീ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന എന്തിന് കാശ് കൊടുത്ത് ഉപയോഗിക്കണം? 10,000 രൂപയുടെ സാധനം വിൽക്കുക. MRP കൊടുക്കേണ്ട സാധനം MRP കൊടുക്കുക, വില കുറച്ച് കൊടുക്കാന്ന്. എന്നാൽ നിങ്ങളുടെ വിലയാണ് കുറയ്ക്കുക. നിങ്ങൾക്ക് കിട്ടുന്ന വിലയ്ക്ക് കൊടുക്കാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ കച്ചവടമാണ് ചെയ്യുന്നത്, ബിസിനസ്സാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് MRP തന്നെ ഒരു പ്രോഡക്റ്റിന്റെ ബെനിഫിറ്റ് അറിയാവുന്ന ഒരു വ്യക്തി ഒരിക്കലും MRPയിൽ താത്തി സാധനം കൊടുക്കില്ല. അത് മനസ്സിലാക്കാം. 10,000 രൂപയുടെ സാധനം കിട്ടിയാൽ 3,000 രൂപയുടെ പ്രൊഡക്റ്റ് ഉപയോഗിക്കാൻ പറ്റും. സോ നമുക്ക് വേണ്ടത് സീരിയസ് ബിസിനസ് ഓണേഴ്സിനെ നമുക്ക് ഇതിൽ നിന്ന് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഈ കസ്റ്റമേഴ്സിൽ നിന്ന് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ കൂടെ വന്നിരിക്കുന്ന ബിസിനസ് പ്ലാൻ കേട്ട ആൾക്കാർ, പ്രൊഡക്റ്റ് ഉപയോഗിച്ച ആൾക്കാരെ ഒക്കെ തന്നെ ഈ ഓൺലൈൻ മീറ്റിംഗിന്റെ ഭാഗമാക്കുക. നിങ്ങൾ ചെയ്യാൻ മടിക്കുന്ന ഒരു കാര്യം ഇതാണ്. നിങ്ങൾ വിചാരിച്ചാൽ ഇപ്പൊ ഇത് അറ്റൻഡ് ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാർ വിചാരിച്ചാൽ 250 പേരുടെ മീറ്റിംഗ് ആയിട്ട് നമുക്കിത് മാറ്റാം. പക്ഷെ നിങ്ങളത് വിചാരിക്കുന്നില്ല. കാരണം നിങ്ങൾ തന്നെ ഇതിനകത്ത് മടിച്ചാൽ കയറുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ജീവിതത്തിൽ രക്ഷപ്പെടാൻ പറ്റില്ല. ആരാണോ വിചാരിക്കുന്നത് അവർ മുന്നോട്ട് കൊണ്ടുപോകുന്നുള്ള മനസ്സിലാക്കുക. ഒരു കാര്യം ഞാൻ നിങ്ങളോട് എന്നും പറയുന്നതാണ്, ഇന്ന് കേരളത്തിൽ കഴിഞ്ഞ 30 വർഷമായിട്ടുണ്ടായ മില്യനേഴ്സിൽ 75% NRIs ആണ്. കഴിഞ്ഞ 30 വർഷമായിട്ട്, അതായത് 1990 മുതൽ 2023 വരെയുള്ള കാലഘട്ടത്തിൽ എടുത്താൽ കേരളത്തിൽ ആ കാലഘട്ടത്തിൽ ഉണ്ടായ എല്ലാ ലക്ഷാധിപതികളും ദശലക്ഷാധിപതികളും കോടിപതികളും, അതായത് മില്യനേഴ്സ് എന്ന് പറയുന്ന കാറ്റഗറി NRIs ആയിരുന്നു. പക്ഷെ ഇനി ഒരു 10 വർഷം എടുത്താൽ 2023 മുതൽ 33 വരെ അല്ലെങ്കിൽ 35 വരെയുള്ള കാലഘട്ടം എടുത്താൽ ഇനി പുതുതായിട്ട് ഉണ്ടാകാൻ പോകുന്ന മില്യനേഴ്സില് 25% ഡയറക്ട് സെല്ലിംഗ് എന്നായിരിക്കും. നിങ്ങൾ ഇതിനകത്ത് വേണോ വേണ്ടോ എന്ന് മാത്രം ചിന്തിച്ചാൽ മതി. ഇത് നടക്കുമോ പിടിക്കുമോ എന്നൊന്നും ചിന്തിക്കണ്ട. ഇത് ആരെങ്കിലും പ്രൊഡക്റ്റ് മേടിക്കുമോ? ഇതൊക്കെ ഇഷ്ടംപോലെ മേടിക്കുന്നുണ്ട്. ആയിരക്കണക്കിന് 10,000 ഫാമിലീസ് ഈ പ്രൊഡക്റ്റിന്റെ കസ്റ്റമേഴ്സ് ഉപഭോക്താക്കളായിട്ട് നമ്മുടെ അടുത്തുണ്ട്. അതുകൊണ്ട് നിങ്ങൾ അത് മനസ്സിലാക്കാം. നമ്മളിപ്പോ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന 2024 ബെറിയുടെ ഓഗസ്റ്റ് 19, 2024 പ്രവർത്തിക്കുകയാണ്. ആ സമയത്ത് 1 ലക്ഷം രൂപ കൂടുതൽ വരുമാനമായിട്ട് ഇതുപോലെ സ്റ്റേജിൽ കയറാൻ നിങ്ങൾ ഉണ്ടാവണം. നിങ്ങളുടെ ജീവിതം എൻജോയ് ചെയ്യാൻ പറ്റണം. ഈ മഴക്കാലത്ത് ഇതുപോലൊരു താറോ ഇതുപോലെ SUV നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക, എന്തുമാത്രം സുഖമായിട്ട് കാണാൻ പറ്റും. ഞങ്ങൾ എല്ലാ മഴക്കാലത്ത് യാത്ര പോകുന്നതാണ്. ഇപ്പൊ ഈ ലാൻഡ് സ്ലൈഡിന്റെ ഒരു ഇത് വന്ന, അല്ലെങ്കിൽ ഞാനിപ്പോ ഇടുക്കി, കട്ടപ്പന അല്ലെങ്കിൽ കുമ്പളി എവിടെയെങ്കിലും ഞാൻ വാഗമണിൽ എവിടെയെങ്കിലും പോകാൻ ഞാൻ മഴയൊന്ന് പറയാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഈ മഴക്കാലത്ത് ഇതുപോലെയൊക്കെ ലൈഫിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം നിങ്ങൾക്ക് ഉണ്ടാകാനായിട്ട് ഇപ്പൊ പണിയെടുക്കണം. എങ്കിലേ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ.
2024 1,00,000 വരുമാനം നേടാൻ പറ്റുന്ന ലെവലിലേക്ക് ഒരു ഫോക്കസ് 24 ടീം നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് നിങ്ങൾ നിലനിൽക്കണം. നിങ്ങളുടെ കമ്മിറ്റ്മെന്റ് ഒരാഴ്ചയിൽ 5,000 ബിസിനസ് ടീമിൽ നിന്ന് ജനറേറ്റ് ചെയ്യാൻ പറ്റാത്തവര് ഈ ബിസിനസ് ചെയ്തിട്ട് കാര്യമേ ഇല്ല. നിങ്ങൾക്ക് നിർത്തുന്നതാണ് നല്ലത്. ഒരു സമയം കളയേണ്ട ആവശ്യമില്ല. 5,000 ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ മിനിമം നിങ്ങൾക്ക് ഈ ബിസിനസ് നിലനിൽക്കാം. അല്ലാത്തവർ നിങ്ങളുടെ ബിസിനസ് നിർത്തിയിട്ട് ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. കാരണം യു ആർ വിത്ത് സക്സസ് ബറി ഗ്ലോബൽ. സക്സസ് ബറി ഗ്ലോബൽ നിങ്ങൾക്ക് പറക്കാനുള്ള ചിറകുകളാണ്. ചിറകുകളുള്ളപ്പോൾ പറക്കണം, എഴഞ്ഞു നടക്കരുത്. മഴവില്ലിന്റെ മുകളിൽ പറക്കണം. അല്ലാതെ മഴ കണ്ടിട്ട് വീട്ടിലിരുന്ന് ചോർന്നൊടിയുന്ന വീട്ടിലെ കുറ്റം പറഞ്ഞിരുന്നിട്ട് കാര്യമില്ല. മഴവില്ലിന്റെ മുകളിൽ പറക്കണം. നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും നല്ലൊരു ദിവസമായിട്ട് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. മഴ നമ്മുടെ ജീവിതത്തിൽ ഒരു റീസൺ ആണ് ബിസിനസ് ചെയ്യാനായിട്ട്, ബിസിനസ് ചെയ്യാതിരിക്കാനുള്ള റീസൺ അല്ല. അതുകൊണ്ട് തന്നെ നല്ല ലെവലിൽ ബിസിനസിനെ നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള തീരുമാനം എടുത്ത് മുന്നോട്ട് കൊണ്ടുപോകുക. അടുത്ത വർഷം ഇതേ സമയത്ത് ഈ മഴക്കാലത്ത് നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും നല്ല അച്ചീവ്മെന്റ്സ് കൂടി സെലിബ്രേറ്റ് ചെയ്യാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രൊഡക്റ്റ് വിൽക്കുക, ഉപയോഗിച്ച എക്സ്പീരിയൻസ് മറ്റൊരാളോട് പറയുക. 3 കാര്യങ്ങളുണ്ട്. പ്രൊഡക്റ്റിന്റെ ഫീച്ചർ ഉണ്ട്, ബെനിഫിറ്റ് ഉണ്ട്, അഡ്വാൻറ്റേജ് ഉണ്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ക്രിയേറ്റർ ഉണ്ട്, അഡ്വാൻറ്റേജ്, ബെനിഫിറ്റ് ഉണ്ട്. ബെനിഫിറ്റ് ആണ് വിൽക്കുന്നത്. ബെനിഫിറ്റ് ആണ് ശരിക്കും പറഞ്ഞാൽ വിൽക്കുന്നത്. ബെനിഫിറ്റുകൾ എന്താണെന്ന് മനസ്സിലാക്കി വെക്കുക. നിങ്ങളുടെ അപ്ലയൻസുമായിട്ട് ഇരിക്കുക. അവർ നിങ്ങൾക്ക് പറഞ്ഞു തരും കാര്യങ്ങളൊക്കെ. വലിയ ലെവലിൽ ജീവിതവും ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കട്ടെ. ഈ മഴക്കാലത്ത് മിനിമം ഒരു 10 പ്രൊഡക്റ്റെങ്കിലും വീട്ടിൽ ഉപയോഗിക്കണം. എങ്കിലേ നിങ്ങളുടെ ആരോഗ്യം നിലനിർത്താൻ പറ്റുള്ളൂ. ആരോഗ്യം നിലനിർത്താനായിട്ട് കോംപ്രമൈസ് ചെയ്യരുത്. നിങ്ങളോട് എനിക്ക് പറയാനുള്ള ഉപദേശം ഇതാണ്. നിങ്ങളുടെ ആരോഗ്യത്തിന് മാത്രം ഒന്നും സംഭവിക്കുകയില്ല. അയലോകത്ത് മാത്രമേ സംഭവിക്കുള്ളൂ എന്ന് വിചാരിക്കരുത്. ഇന്ന് ഹാർട്ട് അറ്റാക്ക് വരുന്നതിന് എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഹോസ്പിറ്റലിൽ കിടക്കുന്ന ആൾക്കാർ ഇഷ്ടംപോലെയാണ് നമ്മുടെ ചുറ്റും. നിങ്ങൾക്ക് ആ ഗതി വരാതിരിക്കണമെങ്കിൽ, നിങ്ങളുടെ ഫാമിലിയിലെ ആൾക്കാർക്ക് അത് വരാതിരിക്കണമെങ്കിൽ ഈ ലെവലിൽ നിങ്ങൾ ചിന്തിക്കണം. എൻ്റെ ഒരു കസിൻ ബ്രദർ കഴിഞ്ഞ ശനിയാഴ്ച മരിച്ചുപോയി. ശനിയാഴ്ച രാവിലെ 71 വയസ്സേ ഉള്ളൂ. 71 വയസ്സിൽ മരിക്കേണ്ട ആളൊന്നും അല്ല. ഞാൻ പറഞ്ഞത് പല ആൾക്കാരും ജീവിതത്തിൽ നേരത്തെ പോവാണ്. നമ്മൾ ആ ലെവലിൽ എത്താതിരിക്കണം. നമ്മൾ കെയർഫുൾ ആയിരിക്കണം. വി ഹാവ് ദ ബെസ്റ്റ് ന്യൂട്രീഷൻ ഇൻ ദ വേൾഡ്. ഇന്ത്യയിൽ കിട്ടാവുന്ന അല്ലെ ലോകത്ത് കിട്ടാവുന്ന ഏറ്റവും നല്ല ന്യൂട്രീഷൻ നമുക്കുണ്ട്. അത് ഉപയോഗിക്കുന്നത് ഞാൻ ഈ പ്രൊഡക്റ്റ് വിൽക്കാൻ വേണ്ടി പറയുന്നതല്ല. ഇത് ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് കിട്ടുന്ന ബെനിഫിറ്റ് ഓർത്ത് നോക്കുക. ഇല്ലെങ്കിൽ ഈ പൈസ എവിടെയെങ്കിലും കൊണ്ട് കളയേണ്ടി വരും. ഇതിന്റെ 10 ഇരട്ടി ആയിരിക്കും. ചിലപ്പോൾ ജീവിതം പോലും കിട്ടിയെന്ന് വരില്ല. ആ പേടി നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവണം. കാരണം കോവിഡ് വന്നതിന് ശേഷം ഹെൽത്തിന്റെ ഇമ്മ്യൂണിറ്റിയുടെ ലെവൽ കുറഞ്ഞിട്ടുണ്ട്. അത് തിരിച്ചറിയുന്നതാണ് ബുദ്ധി. അത് നിങ്ങളുടെ കൂടെയുള്ള 10 പേരെ തിരിച്ചറിയിക്കുക. നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടും. എല്ലാവരും നല്ല രീതിയിൽ സെയിൽസ് വളരെ അഭിമാനത്തോടെ ചെയ്യുക. വളരെ പ്രൗഡായിട്ട് ഈ സെയിൽ ചെയ്യുക. മറ്റേതാൾക്ക് 10 കസ്റ്റമറെങ്കിലും നിങ്ങൾ ക്രിയേറ്റ് ചെയ്യണം. എല്ലാവരും 10 കസ്റ്റമറെ ക്രിയേറ്റ് ചെയ്യാനുള്ള എഫേർട്ട് എടുക്കുക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ് ആൻഡ് ഹാവ് എ ഗ്രേറ്റ് ഡേ. ടേക്ക് കെയർ. ഹാവ് ഫൺ ഇൻ ലൈഫ്. ജീവിതത്തിൽ ഫൺ ഉണ്ടാവട്ടെ. ഗോഡ് ബ്ലെസ് യു. ബൈ.